الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين الحمد لله എന്നടുത്ത വിഷയം എത്ര കലിമത്തുണ്ട് അൽഹംദുലില്ലാഹിന് ഒരു അല്ലുണ്ട് ഒരു ഹംദുണ്ട് ലില്ലാഹിന്റെ അവിടെ ജറിന്റെ ലാമുണ്ട് അള്ളാഹുണ്ട് ഈ 4 കലിമത്താണ് വ്യാഖ്യാനിക്കേണ്ടത് അൽ എന്നുള്ളത് എന്താക്കുന്ന ജമീഅന്റെ മാനാക്കാൻ ഒപ്പുറം കൊടുത്തു ഇസ്തിഗ്റാഖ് അതാ അപ്പൊ ഹംദ് ഏത് വകുപ്പായാലും ശരി അപ്പൊ ഇസ്തിഗ്റാഖാകുമ്പോ എത്ര തരംബരോ അള്ളാഹുനെ സ്തുതിക്കല് അള്ളാഹു പടപ്പുകളെ സ്തുതിക്കല് രണ്ടെണ്ണം വന്നു പടപ്പുകൾ അള്ളാഹുനെ സ്തുതിക്കല് പടപ്പുകൾ പടപ്പുര സ്തുതിക്കല് എല്ലാം അതിൽ വന്നിരിക്കും ഇസ്തിഗ്റാഖാക്കിയത് അതാ പറയുന്നത് അൽഹംദു അതാ അക്കുല്ലുസനായി കൊല്ലു നിർന്നിട്ട് അല്ലിനെ ഇസ്തിഗ്റാഖാക്കി ഹംദിന്റെ മാനിയാണ് സനാഉം ബിജമീൽ എന്ന് പറഞ്ഞത് നല്ല കാര്യം എടുത്ത് സ്തുതിക്കൽ അപ്പൊ എന്താണ് ബായി കൊണ്ടാ പറയണ്ടത് അപ്പൊ ഹംദിന്റെ മഹല്ലാടിയാന്ന് ബായിയാണ് ലിസാനി അപ്പൊ സനാ എന്ന് പറയുമ്പോൾ തന്നെ നാവുകൊണ്ട് പറയല് വന്നു അതിൽ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ ഹംദ് എന്ന് പറയൂല ആക്ഷേപം എന്നാ പറയുന്നത് അത് ഈ സ്തുതിക്കലുണ്ടല്ല നിയമത്തിന്റെ മുക്കാബിലായാലും ശരി നിയമത്തില്ലാണ്ട് പറഞ്ഞാലും ശരി നിയമത്തിന്റെ മുക്കാബിലായ ഹംദുമായി ശുക്റായി ശുക്റിന്റെ സ്ഥാനത്തായി അധികം നിയമത്തെടുത്ത് പറയുമല്ലോ അൽഹംദുലില്ലാഹില്ലദീ അത്അമന നമുക്ക് ഭക്ഷണം നൽകിയ അല്ലാഹ് അപ്പൊ നിയമത്തെടുത്ത് പറഞ്ഞു നിയമത്തിന്റെ മുക്കാബിൽ ഹംദൻ എന്തായി മാറി ശുക്റായി ആ ശുക്ർ എന്തുകൊണ്ട് നിർവഹിക്കാം നാഗോട്ട് വഹിക്കാം അപ്പൊ മനസ്സിലായില്ലേ സവാഉൻ കാന ഫീ മുഖാബലത്തി നിഅമത്തിൻ ഔല സാബിത്തുൻ എന്തിന്റെ മാന ലില്ലാഹിന്റെ ലാമിന്റെ മാനിയെ പറഞ്ഞത് ലില്ലാഹി ലാമ് മംലൂക്കുൻ രണ്ടാമത് മംലൂക്കാണ് അള്ളാന്റെ അധികാരത്തിൽപ്പെട്ടാണ് മുസ്തഹിക്കുമാണ് അപ്പൊ എന്തല്ല ഈ ലാമ് സുബൂത്തിന്റെ ലാമ് മിൽക്കിന്റെ ലാമ് ഇസ്തിഹ്ഖാഖിന്റെ ലാമ് ഏത് ലാമ് കൊടുത്താലും സൂട്ടാവുന്ന പറയും എന്താ ചോദിക്കും മംലൂക്കും മുസ്തഹിക്കും തമ്മിൽ എന്താ വ്യത്യാസം മംലൂക്കാകുന്ന മുസ്തഹിക്കായത് കൊണ്ട് മംലൂക്ക് ആകണമെന്നില്ല എന്തുകൊണ്ട് ഇന്നമ സദഖാതു ലിൽ ഫഖറാ ഇന്നമ സദഖാതു ലിൽ ഫഖറാ അലാമേതാണ് ഇസ്തിഹ്ഖാഖാൻ സദഖാത്ത് എന്നുള്ളത് ഫഖറായിന് അവകാശപ്പെട്ടതാകുന്നു ഓർക്ക് കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ ഈ അവകാശം ഓർക്കുള്ളതാണ് സംഭരണം ഡാഡി ബസ്സിലെ സീറ്റിൽ എഴുതി അതിനർത്ഥം എന്താ പറയുക മിൽക്കുന്ന അർത്ഥം ഇസ്തിഹ്ഖാഖ് അതായത് വേറെ ആള് കയറി ഇരുന്നാൽ ഓട് വരുമ്പോൾ എണീച്ചു കൊടുത്തോളൂ ഇസ്തിഹ്ഖാഖിന്റെ ലാമാണ് മിൽക്കാവുന്ന അവസരത്തിലോ അതുകൊണ്ട് അധികാരത്തിൽപ്പെട്ട് ഓടിക്ക് തസ്വറുപ്പാക്കാനും കൈകാര്യം ചെയ്യാനൊക്കെ അധികാരം ഉണ്ടാവും ഞാൻ സാബിത്ത് എന്ന് പറഞ്ഞാൽ സുബൂത്തായത് അപ്പൊ എല്ലാത്തിനും പറ്റുന്ന സാബിത്ത് പക്ഷെ ഇവിടെ മംലൂക്ക് എന്ന് പറയുമ്പോൾ ഇസ്കാനി വരും എന്താണെന്നറിയോ കദീമിനെ സ്തുതിക്കലുണ്ടല്ല അള്ളാഹിനെ സ്തുതിക്കൽ അള്ളാഹു പടപ്പോടെ സ്തുതിക്കൽ ഈ 2 ഹംദ് അള്ളാഹു തആലാനെ മംലൂക്കാണ് എന്ന് പറഞ്ഞാൽ അവിടെ യോജിക്കൂല കാരണം കദീമിനെ മിൽക്കാക്കൂല അന്നേരം 2 ഹംദിന്റെ ജാനിബ് പുറത്തു പോകും അതുകൊണ്ട് ഇസ്കാലാക്കിയിട്ടുണ്ട് സാബിത്തോ മുസ്തഹിക്കോ ആയി കഴിഞ്ഞാൽ എല്ലാം സൂട്ടാവും 4 ഹംദ് പറഞ്ഞതിൽ നിന്ന് കദീമിന്റെ ഹംദിന്റെ കദീമ് പടപ്പുകളെ സ്തുതിക്കല് അല്ലാഹു തആല അമ്പിയാക്കളെ സ്തുതിച്ചിട്ടുണ്ട് നിയമല്ലബദ് നല്ല അബദാന്ന് പറഞ്ഞു അല്ലാഹു തആല അല്ലാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി ഇത് രണ്ടും അല്ലാഹുവിന്റെ മംലൂക്കാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അവിടെ അവർ ഈ പോരായ്മ വരും അപ്പൊ അള്ളാഹ് മംലൂക്കാക്കി വരൂലേ അതുകൊണ്ടാണ് മംലൂക്ക് അവിടെ പകുതി ഹംദ് പകുതിയെ കുടുങ്ങുള്ളൂ മുസ്തഹിക്കായാലോ ആർക്കാരെ കൊടുത്ത് യഥാർത്ഥ അവകാശിയാണ് അപ്പൊ സയ്യിദിനെ അന്തരെ സ്തുതിച്ചു കഴിഞ്ഞാൽ സ്തുതിക്കപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം നൽകിയത് അള്ളാഹു അതുകൊണ്ട് യഥാർത്ഥ അവകാശമാണ് കൊടുക്കും അപ്പൊ സാബിത്തുൻ മംലൂക്കും മുസ്തഹിഖുൻ. അപ്പൊ എന്തായിന്നറിയോ,
ഒന്ന് സുബൂത്തിന്റെ ലാമ്, അതുപോലെ തന്നെ മിൽക്കിന്റെ ലാമ്, ഇസ്തിഹ്ഖാഖിന്റെ ലാമ്. ഏത് ലാമ് കൊടുത്താലും ശരിയാക്കാന്നാണ്. മംലൂക്കിന്റെ ലാമ് കൊടുത്താൽ എന്താ പ്രശ്നം? രണ്ട് ഹംദ് ജോയിന്റ് ആകേണ്ടി വരുന്നുണ്ട്. ലില്ലാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹു തആല. എന്താണ് അള്ളാഹ് എന്ന് പറഞ്ഞ ഒരു ദാത്തുണ്ട്. അതായത് അള്ളാഹ് എന്ന ഇസ്മ കൊണ്ട് വിളിക്കപ്പെടുന്ന മുസമ്മയായ ദാത്താണ്. അത് ഇസ്മാണ്. ആ ഇസ്മിന്റെ മുഖാബിലൊരു മുസമ്മ ഉണ്ട്. ആ മുസമ്മ ആ ദാത്തിന്റെ പേര് എന്താ അവസ്ഥ എന്തെന്നാ? വാജിബുൽ വജൂദാണ്. വാജിബുൽ വജൂദാകുമ്പോൾ ഖദീമു ആയിരിക്കും, ബാഖി ആയിരിക്കും, മുഖാലിഫു ആയിരിക്കും. മുഖാലഫത്തുൽ ഹവാദിസാണ്. കാരണം മറ്റെല്ലാം മുമ്പിനുള്ള വജൂദാണ്, ഹവാദിസല്ല. എല്ലാ വസ്തുക്കളും അവനിലേക്ക് ആവശ്യമായിരിക്കുന്നു. ഇവനിക്കൊന്നിനേക്കും ആവശ്യമില്ല. അതോടൊപ്പം തന്നെ എല്ലാ കമാലാത്തിന്റെ സിഫാത്തുകളും ഓനിക്കടങ്ങിയിട്ടുണ്ട്. കമാലാത്ത് മുതൽ അറിയിക്കുന്ന മൊത്തം അസ്മാഉൽ ഹുസ്നകൾ ഓനിക്കുണ്ട്. എല്ലാ തരത്തിലുള്ള നഖ്സുകളെ തൊട്ടുമുള്ള അവൻ പരിശുദ്ധനാണ്. ഇതെല്ലാം കൂടി ഒതുങ്ങിയ വിശേഷണം പറയാവുന്ന ഒരു മുഖദ്ദസായ ഒരു ദാത്തുണ്ട്. ആ ദാത്തിന്റെ ആലമാണിത് അല്ലാഹ് എന്ന്. അപ്പൊ ഇസ്മ പറഞ്ഞാൽ മുസമ്മയാ ഉദ്ദേശിക്കുന്നു. അപ്പം ഇവന് ഷമ്മാസെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഷമ്മാസ് കൊണ്ട് പേര് വെക്കപ്പെട്ട മുസമ്മയാണ് അതിന് ഉത്തരം ചെയ്യേണ്ടത്. അതാണ് ഇസ്മ മുസമ്മ ഒന്നാന്ന് പറയുന്നത് കാണുന്നത്. അതാ ഇസ്മ മുസമ്മ ഒന്നാന്ന് പറയും രണ്ടും. ചിലപ്പോ എന്താകും മുസമ്മനെ ഒഴിവാക്കിയിട്ട് വെറും പേരുമ പോവും. നഹ്വിന്റെ ചർച്ചയിലൊക്കെ ഏതാണ് പേരുമലാവും. സയ്യിദ് മർഫൂ എന്നാണ്, സയ്യിദിന്റെ ദാത്ത് മർഫൂ എന്നല്ല എന്ന കലിമത്ത് നഫോർത്ത് വയ്ക്കണം. മനസ്സിലായില്ലേ? ഫായിദത്തും വായിച്ചോ. ഹദീസിൽ വാരിദായിട്ടുണ്ട്. സ്വന്തം വായിക്കട്ടെ. ഒരബ്ദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു എന്താ ഉണ്ടായാല്? ആകാശഭൂമിന്റെ ഇടയിലുള്ള എല്ലാത്തിനെയും നിറച്ചു എന്നാ പറയുന്നത്. അത്രത്തോളം അതിന് പവറുണ്ട്. കാരണം ഹംദ് ബന്ധപ്പെടാവുന്ന എല്ലാ സാധനം ആകാശഭൂമിയിലുണ്ടല്ലോ. അതിന്റെ എല്ലാം മുക്കാബിലല്ലേ അള്ളാഹ് ഹംദ് പോകുന്നു. അപ്പൊ ഈ സാധനം എന്താകണം? അപ്പൊ ഈ കലിമത്ത് ആകാശഭൂമി നിറച്ച്, അപ്പൊ അതിന്റെ സവാബ് നിറച്ചുണ്ടായിപ്പോ. അപ്പൊ ഇതിനിട്ടുണ്ട് സവാബല്ലേ. രണ്ടാമത് പറഞ്ഞാല് സാവധാനം വായിച്ചാൽ മതി. ഇപ്പൊ ആകാശഭൂമിന്റെ ഇടയല്ലേ? ഏഴാം ആകാശം മുതൽ തുടങ്ങിയിട്ട് ഏഴാം ഭൂമിന്റെ ഇടയിലുള്ള സ്ഥലം മുഴുവനും നടക്കും. രണ്ടാമത്തെ ഹംദുണ്ട്. അപ്പൊ കുറച്ചുകൂടി വിശാലായി. അപ്പുറം തന്നെ ഇനി എന്തുണ്ട്? ആകാശഭൂമി പോയിട്ട് എല്ലാം ഉൾക്കൊള്ളിച്ചു. പിന്നെ മൂന്നാമത്തെ തവണ പറഞ്ഞാല് അല്ലാഹു തആല പറയും ചോദിച്ചോ തരാം. ചോദിക്കാനുള്ള അവസരമാണ് തരാം. അപ്പൊ നമ്മൾ എത്തിദാലി പറയുന്ന ഏതാണ്ട് മാന കൊടുത്തിട്ടുണ്ട്. ഏതല്ലോ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വൽ അർളി. ഒന്നാമത്തെ ഹംദിൽ വന്നില്ലേ? വമിൽഅ മാ ശിഇത മിൻ ശൈഇൻ ബഅദു. ഇല്ലേ? ആകാശഭൂമി കഴിച്ചാൽ ഇനി നീ എന്തെല്ലാം ബാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം എന്ന് പറഞ്ഞോട്ടെ. അവിടെ ഒക്കെ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ ഹംദ്. വലില്ലാഹിൽ ഹംദു ഫിസ് സമാവാതി ഇല്ലേ? അതിന്റെ മാനയിപ്പുണ്ടല്ലോ. എന്തിനാ അള്ളാഹ് ഹംദ് ചെയ്യുന്നിപ്പാ? അള്ളാഹുവിന്റെ ജമീലാസിഫാത്തിന്റെ ആകാശഭൂമി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഓരോ ജുസീയാത്തും അള്ളാഹുവിന്റെ വഫ്ആലല്ലേ. പിന്നെ നീ മൊത്തം ബാക്കി അന്ന് ഉറച്ച ബാക്കിയിൽ ഉണ്ടാക്കുന്ന മായനാക്ക് കൊണ്ട് ഹംദ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ബായിക്ക് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് മർഫൂ എന്ന അനസ് തങ്ങളുടെ ഖൗലല്ല നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. ദുനിയാവ് മുഴുവനും കുല്ലഹ അന്ന ദുനിയാ കുല്ലഹ തഅക്കീദല്ലേ. ബിഹദാഫീരിഹ എന്നുവെച്ചാൽ അത് മുഴുവനും. അപ്പൊ കുല്ലഹ എന്നുള്ളതൊരു തഅക്കീദ്, ബിഹദാഫീരിഹ എന്നാണ് അത് മറ്റൊരു തഅക്കീദ്. എന്നുവെച്ചാൽ അതിന്റെ എ ടു സെറ്റ് അത് ഫുള്ള് കുറ്റിയും പേരടക്കം എ ടു സെറ്റ്. കൊല്ലഹാന്റെ വേറൊരു ഫോമാണ്.
കലിമത്തങ്ങ് ഓതുവോ? യദു റജുലിൻ. എനിക്ക് രണ്ടെണ്ണം വായിക്കുമ്പോ എനിക്ക് താങ്ങാനാകുന്നില്ല, അതുകൊണ്ട് പറയുന്നത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു റജുലിന്റെ കയ്യിലുണ്ട് ദുന്യാവ് മുഴുവൻ കുറ്റിമേലടക്കം. എന്നിട്ട് അൽഹംദുലില്ലാഹി നോ പറഞ്ഞു. എന്നാൽ അൽഹംദുലില്ലാഹി എന്നതാണ് അഫ്ദല മിൻ ദാലിക. ഇവന്റെ കയ്യിലുള്ള ദുന്യാവും ദുന്യാവിലെ സകല സാധനത്തിനേക്കാണ് അഫ്ദൽ. അതാണ് അതാ ഐ മിനദ് ദുന്യാ. അതിന് കാരണം മൂപ്പർ പറയുന്നത് കാലിക്കല ദമീർ ദുന്യാവും ദുന്യാവിലെ സകലതും. ദുന്യാവ് എന്നുള്ളത് അഫ്ന നശിച്ചു പോകുന്ന സാധനമാണ്. വൽ കലിമത്തു, ഇത് അൽഹംദുലില്ലാഹി കലിമത്ത് അബുദ്ദ സവാബ് ബാക്കിയാകുന്നതുമാണ്. അപ്പൊ അഫ്ദലല്ലേ, ബാക്കിയാകുന്നതും നശിക്കുന്നതും കൂടെ നോക്കിയാലേ അഫ്ദൽ. വേറെ റിവായത്തിലുണ്ട് അവന് നൽകപ്പെട്ട ഒന്നാകും. നേരത്തെ നൽകപ്പെട്ട എന്താന്ന് ദുന്യാവും സകല സാധനവും അല്ല വഹുവൽ ഹംദു. ഇവന് നൽകപ്പെട്ട ഇപ്പം പറഞ്ഞത് ഹംദ്. അവന്റെ കയ്യിൽ ഇപ്പോഴൊന്നുണ്ടല്ലോ, അതിനാക്കണം. ഇപ്പോഴുള്ള ഏതാന്ന് രണ്ടും മകന ഒന്നല്ല. ഫുദൈൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അല്ലാഹു തആലാന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനപ്പെട്ട ഒരാള് യൗമുൽ ഖിയാമത്തിന് അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും അള്ളാഹിനെ കൊണ്ട് ഏറ്റവും അടുത്താണും അൽ ഹമ്മാദൂൻ അല്ലാഹു തആലക്ക് ധാരാളം സ്തുതിക്കുന്ന ആളാകുന്നു. ഖബറാണ്. ഏതൊരവസരത്തിലും, ഏതൊരവസരം എന്ന് പറഞ്ഞാലോ സന്തോഷം ഉണ്ടാകുമ്പോൾ സ്തുതിക്കണം, സന്താപത്തിന് സ്തുതിക്കണം. അലാ കുല്ലി ഹാൽ. ആ അലാ കുല്ലി ഹാലിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മൂപ്പറൊന്നു കൊടുക്കുന്നത് സറായിലും ലറായിലും അല്ലാഹുവിനെ സ്തുതിക്കണം. അലാ കുല്ലി ഹാലിന്റെ വാണിയാണ് അതാ. അതിന് പല സ്ഥലത്ത് പറയുന്നുണ്ട് ഈ ലറായിനൊക്കെ കടപ്പം കൂട്ടാൻ അല്ലാഹുക്ക് കഴിയും. മറ്റൊന്ന് ഈ ലറായിന് ഇവൻ സബൂത്ത് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലം കൊടുക്കും. അപ്പൊ ഇത്ര വലിയ പ്രതിഫലം കൊടുക്കാൻ ഈ ലറാ കാരണമായത്. അപ്പൊ അത് ഒരു നിലക്ക് പറഞ്ഞാൽ ലാഹിറ നോക്കിയാൽ ബലാഗാണെങ്കിൽ തിരിച്ചു പിടിച്ചാൽ ഇന്ന് വായിക്കോ. അതാ ആ ഹദീസിന്റെ വാക്കാണ്. അപ്പൊ ഇവിടെ എന്താക്കിയെന്നറിയോ? ആദ്യം അക്രമുൽ ഖലാഖി അലല്ലാഹി യൗമുൽ ഖിയാമത്തി തൊട്ട് ഹമ്മാദൂന അലാ കുല്ലി ഹലാക്കി. രണ്ടാമത്തെ ഹദീസിൽ അലാ കുല്ലി ഹാലിന്റെ മാന ആദ്യം പറഞ്ഞു. ഒരു ഹദീസിൽ ഇനിയുണ്ട് ഖിയാമത്ത് നാളിൽ ഒരാൾ വിളിച്ചു പറയും സറായിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ എവിടെയൊക്കെയുണ്ട്. അവരെല്ലാം എണീക്കും. കുറച്ചേ ഹിസാബില്ലാതെ കണ്ട് സ്വർഗത്തിൽ കയറുന്നതാണ്. ഓത്തേക്കാൻ വന്നതോ സംസാരിക്കാൻ വന്ന് ഇപ്പൊ തൊഴിലില്ലെന്ന് പറയാം. നിങ്ങൾ ഓത്തേക്കാൻ വന്നതാണോ? എന്താ സംശയം ചോദിക്കാനാ? മസാല അതെ ഇപ്പൊ സമയമില്ല. എന്താ പറയും ഓത്ത് തുടങ്ങിയാൽ കോതരാജാവ് വന്നാലും പോയിക്കൊന്നു. നിങ്ങൾക്ക് ഒറ്റ കലിമത്തോണ്ട് പരിപാടി പറഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ വൈകുന്നേരം വെക്കാം. അതെ ഇപ്പൊ സ്ഥലം കാണാണ്ട് ഹദീസ് മുടക്കി നിങ്ങൾ സംസാരിക്കുന്നത്. അതായത് ഇതിനേക്കാണ് പ്രാധാന്യം കൂടിയതല്ലാതെ. നമ്മൾ ആനക്കാർ ഇതിലുണ്ടാകുമ്പോൾ നിങ്ങൾ ചേനക്കാരെ സംസാരിക്കൂല. പ്രധാനമന്ത്രി വന്നാലും ഒന്നിക്ക് ചായ കുടിച്ച് അവിടെ ഇരുന്നോ അല്ലെങ്കിൽ വേറെ ഇറങ്ങി പോയിക്കൊന്നു. അവിടെ നിങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ ഇല്ലെങ്കിലും യാതൊരു താറാറുമില്ല. വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ 12 മണിയോടെ നിൽക്കേണ്ടിയിരുന്നു. അവിടെ സീറ്റ് നിറഞ്ഞു വരും. അന്ന റജുലൻ കാന യഅബുദുല്ലാഹ ഫി സബിലിൽ ഒന്ന് വായിച്ചേ.
ആദ്യ കാലഘട്ടങ്ങളിൽ അല്ലാഹു തആലാക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അജീബ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അത്ഭുതമായി പോയാണ് ഈ ഇബാദത്ത് കണ്ടിട്ട്. റബ്ബിനോട് സമ്മതം ചോദിച്ച് അയാളൊന്ന് സന്ദർശിക്കണോന്ന് പറയാൻ. അങ്ങനെ അല്ലാഹു തആല സമ്മതം കൊടുത്തു. എന്റെ ഫഊദീന ലഹുന്നും വായിച്ചു. പക്ഷെ എന്തുവാണോ ലൗഹുൽ മഹ്ഫൂദിൽ അയാളെ പേര് നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അയാൾ ആരാന്ന് ലൗഹുൽ മഹ്ഫൂദ് നോക്കുമ്പോഴേക്കോ റജുലിന്റെ പേര് കാണുന്ന മഖ്ഫൂദ് അഷ്ഖിയായുടെ കൂട്ടത്തിലാണ് ഇയാളുള്ളത്. ഏതായാലും നോക്കിയിട്ട് പോണമെന്നല്ല, പോകാൻ സമ്മതം ഉണ്ടല്ലോ. പോയി എന്നിട്ടോ ഇത് കൊണ്ട് വിവരം പറഞ്ഞു. നിന്റെ പേര് അസ്കയിലാ കണ്ടു. അൽഹംദുലില്ലാ അല്ലല്ലേ ആക്കി ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഞാൻ ചെയ്യേണ്ട പണി ഞാനെടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം വിചാരിച്ച് ഇയാൾ കേൾക്കാണ്ട് പറഞ്ഞെന്നാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് പറഞ്ഞത്. അന്നഹു ലം യസ്മഅ കലാമുഹു അസ്തിയായിലാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല. കൗല ഈ കൗലിനെ വീണ്ടും മടക്കി പറഞ്ഞു, നീ സഖീയാണേ. അൽഹംദുലില്ലാ ലൗലം അകുൻ അഹ്ലൻ ലിദാലിക, ഞാൻ അതിന് അഹ്ലല്ലെങ്കിൽ ലം യഫ്അൽഹു ബി റബ്ബി, എന്റെ റബ്ബ് എന്നെ കൂട്ടത്തിൽ കൊടുത്തൂലല്ലോ. ഞാൻ സഖാവത്തിന്റെ അഹ്ലല്ലെങ്കിൽ അല്ലാഹു അങ്ങനെ ആക്കൂലല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹി അല ശിദ്ദതി വറഖാ, സന്തോഷ അവസരത്തിലാവട്ടെ ശിദ്ദത്ത് നേരത്തിലാവട്ടെ ഹംദല്ലാഹി എന്നേന്നു. ഇത് കേട്ടിട്ട് ജിബ്രീൽ അത്ഭുതമായി പോയി. ഇയാളെ വർത്താനം യാ ജിബ്രീൽ ഉൻദുർ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ഇനി ലൗഹിൽ മഹ്ഫൂദ് നോക്കാൻ പറഞ്ഞു. അസ്തിയായിനെ മാറ്റിയിട്ട് സ്വാദായിലേക്ക് തെറ്റിക്കപ്പെട്ടതായിട്ടാണ് പിന്നെ കണ്ടത്. തഹവ്വലാന്റെ പുള്ളി തഹവ്വലായിട്ടുണ്ടല്ലേ. അപ്പൊ ഇന്നെന്താ പഠിച്ച അയാൾക്ക് അള്ളാഹ്ക്ക് സർവായിലും സഖിയാൻ ചേർക്കേണ്ട അള്ളാഹ് കൊടുക്കണ്ട, അള്ളാഹ് കൊടുത്തു. വഹബ് ആക്ക് ഫത്തഹ വയ്ക്കൂല. അള്ളാഹുവിന്റെ ചില കിതാബിൽ ഞാൻ ഓതിയിട്ടുണ്ട്. വഹബ് മുനബ്ബിഹാന്ന്, ഓരോ തൗറാത്ത് ഇഞ്ചിലൊക്കെ നല്ല പഠിച്ച താപ്യങ്ങളിൽപ്പെട്ട ആളാണ്. ഇബ്ലീസ് കത്തു അവന് കുറെ കൊള്ള ഇബാദത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ഇബാദത്തിന് അൽഹംദുലില്ലാഹി കൊണ്ടില്ല. അൽഹംദുലില്ലാഹി പറഞ്ഞിട്ടില്ല. വലൗ ഖാലഹാ മാ മക്കറല്ലാഹു ബിഹി, അതെങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു ഈ ശിക്ഷക്ക് ബോധനാവില്ലായിരുന്നു. ഈ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയിട്ടുണ്ടല്ലോ. മൂസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല വഹയി അറിയിച്ചത്, എന്നെ സ്തുതിക്കുന്ന ആളില്ലായിരുന്നുവെങ്കിൽ ആകാശത്ത് എന്നെ ഒരു തുള്ളി വെള്ളം ഞാൻ നോക്കൂല. മഴ കിട്ടുന്ന ഹംദ് മുഖേന എന്നാണ്. അമ്പത്തൂലാണ് രണ്ട് ലാമുണ്ട്. അമ്പത്താന്റെ ലാമുൽ ഫിയലുണ്ട്, തൂ എന്ന് പറഞ്ഞ മുത്തക്കല്ലിമിന്റെ താവുണ്ട്. അമ്പത്തു ഞാൻ മുളപ്പിക്കൂല. ഭൂമിയില് ഒരു പച്ച സാധനം മുളപ്പിക്കുകയും ചെയ്യൂല. എനിക്ക് സ്തുതിക്കുന്ന ആളില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കുറ്റം ചെയ്യുന്ന ആളെ ഞാൻ അല്പം പോലും പിന്തിച്ചുകൂടെ അപ്പം തന്നെ ശിക്ഷ ഇറക്കുമെന്നാ പറഞ്ഞത്. പറയുന്ന ആളില്ലെങ്കിൽ ദുന്യാവിന്റെ ഹരികാരമേലെ ജഹന്നമിനെ എന്താ കടിച്ചേൽപ്പിക്കും. ജഹന്നമിനോട് അവന് കയറി പിടിച്ചോന്ന് പറയും. ദുന്യാവിനെ കയറണ്ടെന്ന് നിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണത്താണ്. അതവിടെ തീർന്നു. ഇപ്പൊ ഹംദിന്റെ മാത്രമല്ല കുറെ പറഞ്ഞു.
ഇനി പറയുന്ന ഒരു ന്യായീകരണമാണ്. ആദ്യം ബിസ്മി തുടങ്ങിയിട്ടുണ്ട്, രണ്ടാമത് അൽഹംദുലില്ലാഹി പറഞ്ഞിട്ടുണ്ട്. അതാ പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയതായി. ബസ്മലത്ത് ബിസ്മി ആദ്യം തുടങ്ങിയിട്ടുണ്ട്, പിന്നെ ഹംദ് കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയാണ് രണ്ട് തല തുടങ്ങൽ ഒരുമിച്ച് കൂട്ടാൻ. അതുകൊണ്ട് ഒരു ഹദീസിൽ പറഞ്ഞ് ബിസ്മി കൊണ്ട് തുടങ്ങണം, വേറൊരു ഹദീസ് പറഞ്ഞ് ഹംദ് കൊണ്ട് തുടങ്ങണം. രണ്ടും ഇരുന്നിട്ട് ബിസ്മി ഹംദും അങ്ങനെയല്ലേ ഉണ്ട്. ബിസ്മിയും ഹംദും സലാത്തും എന്നാൽ സലാമും മുന്നേ. വെള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുണ്ട്. ഇത് അന്നേരം ഖുർആൻ തർത്തീബിൽ അത് തിരിച്ചാക്കി പറ്റുകയും ചെയ്യും. പക്ഷെ ഖുർആൻ തർത്തീബ് എങ്ങനെയുള്ളത്? ബിസ്മി പറയലാണ്. വെള്ളി തന്നെ പറഞ്ഞു, വെള്ളി തന്നെ പറഞ്ഞ് ഇബ്തിദാഇനി ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങല്, മറ്റൊന്ന് ഹംദ് കൊണ്ട് തുടങ്ങല്. അതിന് തുടങ്ങൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ട് തുടങ്ങിയാൽ മറ്റേ നഷ്ടപ്പെട്ടില്ലേന്ന്. അതിനൊന്നുണ്ട് ഹഖീഖിയാണ്, രണ്ട് ഇലാഫിയാണ്. ഇത് രണ്ടും കഴിഞ്ഞിട്ടാ നമ്മളെ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടും കൂടെ ഒപ്പം തുടങ്ങാൻ കഴിയില്ലല്ലോ. ഒന്ന് ഹഖീഖിയായിട്ട് വെക്കണം, ഇലാഫിയായിട്ട് വെക്കണം, എല്ലാം നടക്കൂലല്ലോ. അപ്പൊ ഏതാണ് ഹംദ് തുടങ്ങി ബിസ്മി ചൊല്ലിയാലും പറ്റും. പക്ഷെ ഖുർആനിന് ബിസ്മിയിലേക്ക് അൽഹംദ് ഉള്ളത്. ഒന്ന് അതന്നെ ന്യായം. വഖ്തിദാബിൽ കിതാബിൽ അസീസ്, കിതാബുൽ അസീസിനോട് തുടർന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഹംദ് തുടങ്ങി. അത് ഈ കൽമത്ത് എന്തിനാ പറയുന്നത്? നിങ്ങൾ രണ്ട് ഇബ്തിദാ കൊണ്ടാന്ന്. ഇബ്തിദായി ഹഖീഖി ഇലാഫി കൊണ്ടുവരുമ്പോ ബിസ്മിയാണ് ആദ്യം കൊണ്ടാന്ന്, ഹംദാണ് തിരിച്ചു വെക്കാലോ. എങ്ങനെ ഹഖീഖി ആക്കിയിട്ട് ബിസ്മി ആക്കാലോ. അത് ഇബ്തിദാഅൻ കിതാബിൽ അതിന്റെ ന്യായം. അതിനോട് ഖുർആനിൽ അങ്ങനെയല്ലേ. ഇനി ഖബർ കൊണ്ട് അമൽ ചെയ്തു. ബഹുമാനം അർഹിക്കുന്ന ഏതൊരു കാര്യവും ഷറഇൽ അതിനൊരു അംഗീകാരം കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് ഹദീസിന്റെ ബാക്കി. അടക്കം അയന കൊടുത്ത് ഷറഇന്റെ കാഴ്ചപ്പാടിൽ പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്ന എന്ത് ഹാലും എന്ത് വിഷയം തുടങ്ങുന്നില്ല. അതിൽ തുടങ്ങിയില്ല തുടങ്ങാഞ്ഞാൽ ഈ ഖബറിൽ പല റിവായത്തുണ്ട്. എല്ലാ റിവായത്തും കൂടെ ഒറ്റ ഉപരോധിച്ചു. അല്ലെങ്കിൽ തലക്കുന്നവരുണ്ട് കൊല്ലു അമ്മലി എന്താ കൊല്ലു അമ്പി ദീപാൻ തുടങ്ങണ്ടേ? അത് എല്ലാം ഉണ്ട്. അത് സമ്മതുന്നുണ്ട്. അപ്പൊ അബുത്തർ എന്ന റിവായത്തുണ്ട്. മൂന്ന് ഹദീസ് ഉണ്ടായില്ലേ? അവിടെ വരെ ഒന്ന് അബുത്തറു അജിസമു അല്ലെങ്കിൽ അജിസമു ആക്കത്താറു കേട്ടാ റിവായാത്തുൻ. അങ്ങനെ പല റിവായത്തുണ്ട്. എന്തെടുത്താലും അത് അതിന്റെ പൂർത്തീകരണം ഇല്ല, കാര്യമായ ഒരു നഷ്ടം വന്നിട്ടുണ്ട്, പിന്നെ ബറക്കത്ത് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് എന്ത് വാക്കിന്റെ അർത്ഥം അല്ലേ? അന്ന് ഞാൻ ചോദിക്കുന്ന ബിസ്മി ചെല്ലാണ്ടായിട്ട് കാര്യയുടെ പൂർത്തിയായിട്ട് കാണുന്നുണ്ടല്ല, അതിന് നിങ്ങളെ ലാഹിൽ കണ്ടാ പോരാ, അള്ളാഹിനടുക്കലായിട്ടുണ്ടോന്ന് പറഞ്ഞു. അതാ പറയുന്നത് കാഴ്ചയിൽ പൂർത്തിയായിട്ട് കണ്ടേക്കാം, പൂർത്തിയായിട്ടുണ്ടാവൂല. അപ്പൊ ഒരു ഹദീസ് കൊണ്ട് മുമ്പ് തുടങ്ങി, അതിന് ബിസ്മിയിലുണ്ടോന്ന് കാണിച്ചു. ഈ ഹദീസിന് ബിസ്മിയിലുണ്ടോന്നാ കാണിച്ചു കൂടുന്നില്ലേ? രണ്ടാമത്തെ ഹദീസ് ഹംദ് തുടങ്ങണമെന്നുണ്ട്. എന്തിന്റെ മാനയും ഖലീലുൽ ബറക്ക. അപ്പൊ എന്താക്കി രണ്ട് ഹദീസ് വന്നു. രണ്ട് ഹദീസ് വന്നപ്പോൾ ഇതും തുടങ്ങണം അതും തുടങ്ങണം. എന്തുകൊണ്ട് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ബിസ്മിയോട് തുടങ്ങിയത് ഖുർആൻ പറഞ്ഞ ശൈലിയില്ല. അതല്ല കഴിഞ്ഞ ചോദ്യം. വൽ മുറാദു ബിൽ അംരി അല്ലേ? ഇവിടെ കൊല്ലു അംറിൻ അല്ലേ പറഞ്ഞത്? രണ്ടിലും അമ്ര തന്നെ കൽപ്പന എന്നല്ല അതിന്റെ അർത്ഥം.
അമറ യഅ്മുറു അംറൻ എന്നുള്ള കൽപ്പിക്കൽ, ആ കൽപ്പന എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തോ ഒരു കാര്യം, അത് ഖൗലോ ഫിഅലോ പ്രവർത്തനങ്ങളോ എന്തോ ആവട്ടെ. അപ്പൊ അമ്രിന്റെ ജമ്മു എന്നാൽ എന്താണ്? അവാമിറിനാ വരിക. ഈ അർത്ഥത്തിന് ഉമൂറിനാ വരിക. ജമ്മിന് മാറ്റം വന്നു. മാ യഅ്മുൽ ഖൗല, ഖൗലിനെയും അത് ഉൾപ്പെടുത്തും. ഓത്തുപോലെ അത് ഫീലിനെയും ഉൾപ്പെടുത്തും. കത്തയിലി പോലെ തുന്നലോ കുടിക്കലോ എന്തോ. അപ്പം ഇതെന്തിനാ പറയുന്നത്? കൊല്ലു അമ്രിന് എല്ലാ കൽപ്പനയും നൃത്തം വെച്ചക്കണ്ടാ ഇതെന്താ പറയാൻ പോകുന്നത്? ഹംദിന്റെ മുക്കാബിലയില് ഒരു നിയമത്തെടുത്ത് പറയാനാ പോകുന്നത്. അപ്പൊ എന്താ ഹംദു ആക്ക ശുക്രു ആക്കാം. അതാ എന്താ നിയമത്ത്? അപ്പൊ സന്ദർഭോചിതമായ നിയമത്ത് പറയണമെന്നാ. തിന്നുമ്പോ അത്രമാന വസക്കാന, ഉറങ്ങി അണിക്കുമ്പോ അഹ്യാന മാമതന, വസ്ത്രം ധരിക്കുമ്പോ കസാന. ഓരോ നിയമത്തിൽ സന്ദർഭോചിതമായ വണ്ടി കിട്ടിയാ വണ്ടി കിട്ടിയത്, പൈസ കിട്ടിയാ പൈസ കിട്ടിയത്. അപ്പൊ ഇവിടെ എന്താക്കാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജവാമിഉൽ കലിമ കൊടുത്തിട്ട് നമുക്ക് വലിയ ഉപകാരം കിട്ടിയെന്ന് അവർ പറയാൻ പോകുന്നത്. അതാണ് ഹദീസിനോട് യോജിക്കും. ഒന്ന്, നമ്മുടെ സയ്യിദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല എന്താക്കി? മുഴുവൻ പടപ്പുകളെക്കാണ് തഫ്ളീലാക്കി. അതാത് ഒന്നാമത്തെ നിയമത്തിൽ അനാമിന്റെ മാന ഖൽഖ്. അപ്പൊ എല്ലാ പടപ്പുകളെക്കാണും. അതുകൊണ്ട് ഇത്ലാഖ് എന്ന് പറഞ്ഞാൽ താരതമ്യത്തിലല്ല, എല്ലാ വിഷയത്തിലും എല്ലാ നിരക്കും. ചിലരേക്കാൾ ചില വിഷയത്തിൽ മുന്തിന്ന് വന്നേക്കാം, ഒരു വിഷയത്തിലും താവൂല. അതാണ് മഖീരി പണ്ടേ പറഞ്ഞത്, ചിലരെ അപേക്ഷിച്ചിട്ടുണ്ടാവുക. ഒരാള് തങ്ങളാണ്, വേറൊരാള് നാട് മൊയിലാറാണ്. ഈ മൊയിലാർക്ക് പഠിപ്പുണ്ട്, തങ്ങം ജാഹിലുമാണ്. എന്നെന്താക്കും? പഠിപ്പിന്റെ വിഷയത്തിൽ അയാളെ പുലരാന്ന്, ഇയാളെ തങ്ങം നിലക്ക് ഇയാളെ പുലരാ താരതമ്യനുള്ളൂ. അതല്ല, എല്ലാം നിലക്കും. അതായത് ഫളീലത്തിന് എന്തെല്ലാം കാരണങ്ങൾ വേണമോ അത് ലാഹിലും ബാത്തിലും മുഴുവൻ തൂടിയിട്ടുണ്ട്. ഇൽമ വേണ്ട, ആല വേണ്ട, ഇബാദത്താ വേണ്ട, ഹുലുക്കാ വേണ്ടത്, മുജാഹിദിയാ വേണ്ടത്, സൗന്ദര്യ വേണ്ടത്, എന്തെല്ലാം ഉണ്ട്. ഇപ്പൊ കുടുംബവായ്മ വേണ്ടത് ഓരോന്നോരോന്ന് എണ്ണി 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 സിഫായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ജുസിയ്യാത്തുണ്ടെന്നുണ്ട്. അതിലൊക്കെ പറയുന്നത്. പിന്നെ അത് കഴിച്ചാ പിന്നെ ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങൾ അടുത്തുള്ളത്. ഇബ്രാഹിം, മൂസ, ഈസ, പിന്നെ ബാക്കി മുർസലീങ്ങൾ, പിന്നെ ബാക്കി നബിമാർ, മുർസലല്ലാത്ത നബിമാർ. അത് അങ്ങനെ പറയുന്നത് റസൂലായാലും നബി തന്നെയാണെന്നറിയാം. റിസാലത്തില്ലാത്ത നബിമാർ. അപ്പൊ നമ്മിപ്പോ മൊത്തത്തിലെ എണ്ണുന്നു. എന്നാലും അവരുടെ ഇടയിൽ എന്തുണ്ട്? ഏറ്റവും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ മൂസ അലൈഹിസ്സലാമും ഈസാ അലൈഹിസ്സലാമും കൂടി ഖുതുബയില് വ്യത്യാസം പറഞ്ഞില്ലേ മൂസാക്ക്, അല്ലേ? അപ്പൊ ചിലപ്പോ മൂസ അലൈഹിസ്സലാമിന് ഇല്ലാത്ത എന്തെങ്കിലും ഈസയിലുണ്ടാകാം, ഈസയിലില്ലാത്ത എന്തെങ്കിലും മൂസയിലുണ്ടാകാം. അത് നോക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂസ ഈസയും തമ്മിൽ വ്യത്യാസം, ഈസയും നൂഹ് അലൈഹി സ്വലാമും തമ്മിൽ വ്യത്യാസം. ജിബ്രീൽ അലൈഹി അംബിയാ മുർസലീങ്ങളെ കഴിഞ്ഞിട്ടാണ് മലൈക്കത്ത് തുടങ്ങുന്നത്. ജിബ്രീൽ, മീകായിൽ, ബഖിയത്തു റഅസാഇഹിം ഇസ്രാഫീൽ, അസ്രായീൽ, അവാമുൽ ബശർ. ഇത് കേട്ടാ തോറ്റു വേണ്ട. അവാമുൽ ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൂട്ടത്തിൽ നാടൻ മാറും നീ വെച്ചക്കണ്ട. ഇതിനാ അസഹാബിമാറാണ്. അവാമെന്ന് പറഞ്ഞാൽ റിബൂബത്തും ഇസാറത്തും ഇല്ലാത്തോറ്. ആരെ മുക്കാബിലെ അവാമിന് പറഞ്ഞത്? അപ്പൊ ആരായി? ഏറ്റവും മേജ ഘടകത്തിൽ അസഹാബിമാരുണ്ടാവും. നാളെ കുട്ടി സറാഹ നോക്കിയോട്ടെ. കൗലുഹു ബൈക്ക് പോലെ പിടിച്ചിട്ടു.
قال الإمام الباجوري في شرح الجوهرة المراد به من ليس له الرسالة والنبوة നബുവത്തും റിസാലത്തും ഇല്ലാത്തവണ് അവാമ്. നബുവത്ത് റിസാലത്ത് ആദ്യം എണ്ണീൻ. അപ്പോൾ അപ്പൊ ഒന്നാം നമ്പർ ആരുണ്ടോ? അസഹാബിമാരുണ്ടാവും, ഫല്ലൗലിയാവുണ്ടാവും. അതുണ്ടാവും. അശ്റത്തും ബശരീങ്ങൾ വേറെ ഉണ്ട്, പിന്നെ ഖുലഫാഉർ വേറെ ഉണ്ട്, അശ്റത്തുണ്ട്, ബദരീങ്ങൾ മൊത്തത്തിലുണ്ട്, മുഹദീങ്ങളുണ്ട്, ബക്കീം ബൈഅത്തുർ റിദ്വാനുണ്ട്, മുഹാജിറുകൾ അൻസാരികളുണ്ട്. വ്യത്യാസം ഉണ്ടാവും. പിന്നെ മലായിക്കത്തിന്റെ അവാമ് എന്ന് പറഞ്ഞാൽ 4 മലായിക്കത്ത് വെച്ചിട്ട് അസ്രാഫിൽ വെച്ചിട്ട് അവിടെയുണ്ടാവും തഫാവുൽ. ഇത് മൊത്തം ജിൻസാണ്യതയാണ്. അപ്പൊ അസ്ഹാബിമാരിലും ഉണ്ടാകും തഫാവുൽ. സിദ്ദീഖ് തങ്ങളെ പോലെ മാറാൻ പറ്റൂല. അതാണ് തീർന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വേറൊരു നിയമത്തായിരുന്നു ഫസാഹത്ത് കൊണ്ട് അള്ളാഹു തആല തങ്ങളെ പ്രത്യേകമാക്കുന്നു. ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ വളരെ സ്ഫുടം ചെയ്ത ഭാഷയിൽ, ചുരുങ്ങിയ ഭാഷയിൽ കാലം അവതരിപ്പിക്കുക. ആ പറ്റവട്ടം പറഞ്ഞാൽ തന്നെ എല്ലുമായി. അതുകൊണ്ടാണ് 3 വട്ടം പറഞ്ഞാൽ അധികം പറ്റാന്ന് പറയുന്നത്. 3 നല്ലോണം തിരിഞ്ഞോട്ടേന്ന് വെച്ച് 3-നേക്കാണ് അപ്പുറം പറയാൻ ആവശ്യമില്ല എന്നാണ്. നമ്മക്കിപ്പോ 1000 വട്ടം പറഞ്ഞാൽ അതേ നാക്കും. അവിടെ മിസ്റ്റേക്ക് എന്ന് അറിയുന്നില്ല. ഈ ഫസാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മലക്കത്തുൻ യുഖ്തദറു ബിഹാ അല തഅബീർ അനിൽ മഖ്സൂദി ബിലഫ്ളിൻ ഫസീഹിൻ. കണ്ടോ? മലക്ക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. സാധാരണ മലക്ക എന്ന് പറഞ്ഞാൽ ഈ സാധനം പ്രാക്ടീസ് ആക്കി എത്ര കൊല്ലം കഴിഞ്ഞ് പോയാലും എന്ത് അത് കഴിഞ്ഞാലും അതിന് മാറ്റം വരാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ അത് മലക്കാന്ന് വരെ. ഇപ്പൊ നീന്തൽ എന്നുള്ളത് മലക്കിയാണ്. അത് പഠിച്ച് മുങ്ങിയിൽ നീന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ ആളെ വെള്ളത്തിലിട്ടാനോ അയാൾക്ക് മറന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈവിങ്, അങ്ങനെ ഒരുപാട് മലക്കേണ്ട മെച്ചന്മാർക്ക്. ഈ ആശാരിപ്പണി എന്താ? മലക്കിയാണ്. മലക്കുന്ന മലായിക്കത്തുന്നല്ലേ? കൈഫിയത്തുൻ റാസിഖത്തുൻ. ഇവന്റെ മനസ്സിന് ശരീരത്തിന് പൂണ്ട് പൊട്ടിച്ച് കിടക്കുന്ന ഒരു കേഫിയത്ത്. ഇപ്പൊ തജ്വീദ് എന്ന് പറഞ്ഞ ഒരു മലക്കാണ്. അത് പഠിച്ചിട്ട് ഉറക്കത്തിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതേ മതി ശബ്ദം മൊത്തം കൊല്ലത്തും വഖഫും എല്ലാ തർത്തീബിൽ തന്നെ ഒരു മാറ്റം വരില്ല. ഞാൻ എനിക്ക് ഉറങ്ങി ചോദിച്ചു. രാത്രി 3 മണിക്കട്ട മന്ത് ഉറങ്ങി ബേദമത്ത പള്ളിയിൽ. രാവിലെ എണീച്ച് പിന്നെ ഉണ്ടാക്കി കുറച്ച് ചൊല്ലിപ്പാടി കൊണ്ട് പറഞ്ഞിട്ട് 10:30 മണിക്ക് എണീച്ച്. എൻ്റെ ഓർമ്മ ഞാൻ രാത്രിയെ കടന്നാന്ന് എണീച്ചിട്ടില്ല എന്നാണ്. ഞാൻ സദർ ഉസ്താദിനോട് ചോദിച്ചല്ല, അപ്പോൾ ഈ പള്ളിയിൽ ഞാൻ കടന്നുറങ്ങിയിട്ട് വെള്ളിയാഴ്ച സമയത്ത് നിങ്ങൾ തന്നെ വിളിക്കാൻ ബാങ്കിന് മുമ്പേ എണീച്ചിട്ടില്ലേ? മണിയഴിച്ച് ഒതുണ്ടാക്കി നിൽക്കിച്ചിട്ട് ഇക്കാമത്തോടത്തിന് ഞാനേ മമത്തന്. അതെ, ഞാൻ എന്താ സൂറത്തോതിന് അലിഫ്ലാമി സജദ അല്ലത്താലി ഇൻസാനി സാധാരണ ഓതുമ്പോൾ തന്നെ തെറ്റിനാണ്. ഒരു തെറ്റുണ്ടായിട്ടില്ല. പക്ഷെ ഇതേ ചുറക്കത്തിലാണ് സംഭവിച്ചത്. ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആദ്യത്തെ സമയം കൂടെ തന്നാ കിട്ടി. എനിക്ക് ചോറില്ലല്ലോ. അതാവിട്ടുണ്ട് ചോറില്ല. ഞാൻ മലക്കാന്നാണ്. ആ മലക്ക ഉണ്ടായാൽ എന്താ കിട്ടുക? ഒരു കൂട്ടൊക്കെ മലക്ക ഉണ്ടായ ആശാരിപ്പണി ഒളിയും കിട്ടിക്കഴിഞ്ഞാൽ ചിറക്കും. വേറെ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിത്രപ്പണി ഉണ്ടാക്കും. വേറെ ആൾക്ക് കിട്ടിയാൽ നല്ല ചമരെല്ലാം കിട്ടും. വേറെ ആൾക്ക് കിട്ടിയാൽ പാർപ്പുണ്ടാക്കും. വേറൊരാൾ കൊല്ലപ്പണി എടുക്കും. കുറെ ആൾ ആഭരണം ഉണ്ടാക്കും. എല്ലാം മലക്കുകളാണ്. അത് മലക്കാണ്. പക്ഷെ ഇവിടെ അത് ഫസാഹത്ത് നിവരില്ല. ഫസാഹത്ത് ഉണ്ടായ യുക്തദറു ബിഹാ, ആ മലക്കുകളിൽ ആളുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് അയാൾക്ക് സാധിക്കും. മഖ്സൂദായ ഒരു കാര്യം ഇബാറത്തിടാൻ വേണ്ടി അയാൾക്ക് കഴിയും. എങ്ങനെ ഇബാറത്തിടണം? ഫസീഹായ ലഫ്ള് കൊണ്ട്. അതായത് നെഹ്വിനോ സറഫിനോ ലോകത്തിനോ ഒരു കോട്ടോ ഇല്ലാത്ത, ഏതാപിലും തെറ്റില്ലാത്ത നല്ല സിമ്പിൾ ലഫ്ളുകളെ കൊണ്ട് ചുരുങ്ങിയ വാചകത്തിൽ നിന്നിട്ട് അത് ഏറ്റവും കുറവൊന്നുമില്ലാത്ത ലഫ്ളുണ്ടെന്നാക്കാം അയാൾക്ക് മഖ്സൂദായ കാര്യം ഇബാറത്തിട്ട് കൊടുക്കാൻ കഴിയും.
അല്ലേ? അന്ന് ചോദിക്കുന്നത് നബി തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ എത്ര ആളെ ഫസിഹായ ആളുണ്ട്? അപ്പൊ ഹസ്സഹുബിൽ ഫസാഹ എന്ന് നോക്കുന്നില്ലല്ലോ. അപ്പൊ കുറെ ആള് മാനിയായി പോയിട്ടുണ്ട്. ഈ ഫസാഹത്ത് തങ്ങക്കേ ഉള്ളൂ എന്ന് പറയുമ്പോ ബാക്കിയുള്ള ആളൊന്നും ഫസിയല്ലെന്നല്ലേ? അപ്പൊ ഫസാഹത്തുള്ള ആള് കുറെ പുറത്തു പോയില്ലേ? അതിന് ഒപ്പിക്കുന്ന ഫസാഹത്തിന്റെ കാമിലായ മുഴുവനും ശതമാനം ബാക്കിയുള്ള കുറെ അപ്പൊ വൽ മുറാദു ഇവിടെ ഹസ്സ എന്ന് പറഞ്ഞ ഫസാഹത്തുള്ള ഉദ്ദേശം അൽ ഫസാഹത്ത് താമത്തായ ഫസാഹത്താണ് ആരിഫിലാമോട് ഉദ്ദേശിക്കുന്നത്. എന്തൊരു മുസന്നിഫോട് ഇങ്ങനെയാണ് മുസന്നിഫാണ്. അല്ലെങ്കിൽ ഒരുപാട് ആളാ ഒഴിവാക്കേണ്ടി വരില്ലേ? ഫസാഹത്തുള്ള ആളെല്ലാം വാപ്പറയിപ്പില്ലേ? അസുലുഹ ഇനി താമല്ലാത്ത അസുലുൽ ഫസാഹത്തില്ലേ? തങ്ങളല്ലാത്താക്കും പലർക്കും ഉണ്ടാകാം. അപ്പൊ ഫസാഹത്തിന്റെ താമായതാണ് തങ്ങൾക്കുള്ള ഖുസൂസിയത്ത്. ഒരു കബീലക്കാരുടെ നടന്നുപോയി. ചെറിയ പെൺകുട്ടിനെ കണ്ട് 5 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ ഹാന്റെ ഏതാണ്ട് ഹാന്റെ പ്രായം അല്ലെങ്കിൽ 6 വയസ്സ് അല്ലേ? ഈ കുട്ടി പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ മിൻ ദുനൂബി കുല്ലിഹാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ മിൻ ദുനൂബി കുല്ലിഹാ അല്ലേ? ഫഖാലലഹ അപ്പൊ എസ്മായി പെണ്ണുകൊണ്ട് ചോദിക്കുന്നു ഈ കുഞ്ഞിനോട്, നീ 5 വയസ്സല്ല, നീ എന്താ കുറ്റം കൂടെ മിമ്മ തസ്തഗ്ഫിരീന, നീ എന്താ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു? കലമുൻ നിന്റെ പേരിൽ പേന പോലും നടന്നിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ മലായിക്കത്ത് എഴുതിയിട്ടില്ലല്ലോ, പിന്നെന്തിനാന്ന്? അപ്പൊ കുട്ടി പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലിഹി ഖതൽതു ഇൻസാനം ബിഗൈരി ഹില്ലിഹി മിസ്ല ഗസാലിൻ നാഇമിൻ ഫീ ദല്ലിഹി ഇൻതസഫ അൽ-ലൈലു വലം ഉസല്ലിഹി എന്ന് പൂർത്തിയാക്കി കൊടുത്തു. അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലിഹി എന്ന് കൊണ്ട് പറഞ്ഞു, എന്റെ എല്ലാ ദോഷങ്ങൾക്കും ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. എന്താ ചെയ്ത് തെറ്റെന്നറിയോ? ഖതൽതു ഇൻസാനൻ, ഞാനൊരു മനുഷ്യനെ കൊന്നിട്ടുണ്ട്. ബിഗൈരി ഹില്ലിഹി എന്ന ഹലാലല്ലാത്ത രീതിയിൽ, ഹറാമായ രീതിയിൽ ഞാനൊരു മനുഷ്യനെ കൊന്നു. എങ്ങനത്തെ ഇൻസാനാന്നറിയോ? മിസ്ല ഗസാലിൻ നാഇമിൻ, നല്ലൊരു മാങ്കുട്ടിനെ പോലെ സുന്ദരനായ ഒരാളെ കൊന്നു. നായിം എന്ന് പറഞ്ഞാൽ തൊട്ടാ നല്ല മാർദ്ദവമുള്ള ഈ ഇൻസാന്റെ സിഫത്ത്, കൊല്ലപ്പെട്ട ഇൻസാന്റെ സിഫത്താണ് മിസ്ല ഗസാലിൻ നാഇമി ഫീ ദല്ലിഹി. എന്താ ദല്ല് എന്ന് പറഞ്ഞാൽ കൽ ഹദിയി വഹുമാ മിനസ് സകീനതി വൽ വഖാരി വഹുസ്നിൻ മൻദർ, അതിന്റെ അച്ചടക്കം, അതിന്റെ ഗാംഭീര്യം, അതുപോലെ തന്നെ അതിന്റെ ഭംഗി, ആ വിഷയത്തിൽ നല്ല സുന്ദരനായ ഗസാലിനെ പോലത്തെ ഒരു മനുഷ്യനെയാണ് ഞാൻ കൊന്നത്. അപ്പൊ ഫീ ദല്ലി എന്താണ്? മിസ്ല ഗസാലിനോട് തസ്ബീഹാക്കാനുള്ള വജ്ഹുശബഹാണ്. ഈ സാധനം ഇതുപോലെയാണെന്ന് പറയണമെങ്കിൽ എന്ത് കാരണത്താൽ എന്നുള്ളൊരു സാദൃശ്യത്തിന്റെ ഒരു പോയിന്റ് വേണം. തന്നെ സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ ഒരു ഗസാലുൻ നായിമിനെ പോലെയുള്ള ഒരാളെയാണ് ഞാൻ കൊന്നത് അല്ലേ? അപ്പൊ എങ്ങനെ ഈ ചെറിയ കുഞ്ഞ് കൊന്നത്? ഇൻതസഫൽ ലൈലു, രാത്രി പകുതി കഴിഞ്ഞ്, വല മുസല്ലിഹി, ആ പകുതി അനുസരിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. ഞാൻ പെണ്ണു ചെയ്ത തെറ്റി. ഖതൽതു നഫ്സീൻ, കൊന്നനെ ആ ഇൻസാൻ ആരാന്നറിയോ? എന്റെ നഫ്സ് തന്നെയാണ്. എങ്ങനെ? ബി അതിന് ഫേലി ത്വാഅത്തി, താഅത്ത് ചെയ്യാതെ കൊന്നു കളഞ്ഞു. താഅത്തില്ലാതെ കാലം കഴിച്ചു കൂട്ടി. രാത്രി പകുതിയായില്ലേ? വലാ സല്ലൈതു, നിൽക്കിച്ചിട്ടില്ല. ഇതന്നെ ചെയ്ത തെറ്റി. മനസ്സിലായില്ല? രാത്രി പകുതിയായിട്ട് പോലും നിക്കരിക്കാണ്ടിരുന്നു എന്ന തെറ്റ് കാരണത്താൽ എന്റെ നഫ്സിനെ ഞാൻ കൊന്നിട്ടുണ്ട്. നഫ്സിന്റെ ആയുസ് വൃത്തിയാക്കി, അതാ കൊല്ലലി. എല്ലാം ആ ഖതൽതു നഫ്സൻ, അല്ലെങ്കിൽ ഒരു നഫ്സിനെ കൊന്നു എന്ന് പറഞ്ഞാൽ എന്റെ ശരീരനെ അള്ളാഹിനുള്ള ഇസ്ക് കാരണത്താൽ കൊന്നു അങ്ങനെ അർത്ഥം വെക്കാം. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് വല്ലാത്ത സാമർത്ഥ്യ ബാക്കിൽ കണ്ടത്. എനിക്ക് എന്തൊരു ഫസാഹത്താണ് മോളെ. അപ്പൊ എന്താക്കി തിരിച്ചു പറഞ്ഞു, കണ്ടാ? ഒരു ഫാനിയായ ഷെയ്ഖ്, അതായത് നിങ്ങോ
ഫാനി തന്നെ വയസ്സ് ആയി അങ്ങോട്ട് പോയ ഫാനിയായ ഷെയ്ഖ് ചെറിയ ഖവാനി എന്ന് പറഞ്ഞ ഖാനിയത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പാട്ട് പാടുന്ന പെണ്ണുങ്ങന്മാർക്കാ പറയാം. വഹിയൽ ജമീലത്തുൽ മുസ്തഗ്നിയത്തു ബിജമാലി അൻ തസയ്യുൻ. കണ്ടാ, ജമാല് കൊണ്ട് ഇനി തസയ്യുൻ വേണ്ട. ജമാല് ഏറിയ കാരണത്താൽ ഇനി ആഭരണം ഇടിയും വേണ്ട, ഉപ്പായ വേണ്ട, ഒന്നും വേണ്ട. അത്രത്തോളം ഭംഗിയുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയോ അപ്പം പറഞ്ഞു ഇന്നമാ താജുമിൻ ഫസാഹത്തിക്ക്, നിന്റെ ഫസാഹത്ത് നോക്കിയാണ് നീ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ ആകർഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ. ഖുർആനിൽ വല്ല ഫസാഹത്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ആ കുട്ടി ചോദിക്കുന്നത്. എന്നാ പിന്നെ എന്റെ ഫസാഹത്തിനൊക്കെ വലുതാടിയില്ലേ, എന്നാ അതിനോടല്ലേ എനിക്ക് ആഗ്രഹമുണ്ട്. നീ പഠിപ്പിച്ചത് അവർ ഫസീഹ ആയത്ത് പറഞ്ഞ നാട്ടിൽ ആയത്തുൽ ഖസസ്, സൂറത്തുൽ ഖസസിൽ ആയത്ത് ഓദിക്കും. ഇങ്ങനെ തെറ്റിച്ച് പൈസ ഉണ്ടാക്കാനാണ്. ഇതോട് ഓദിക്കോന്ന് فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. ഏതാണ്ട് 100 വട്ടമെങ്കിലും കണ്ണൂർ ചർച്ച ചെയ്ത വിഷയം. ശരിങ്ങാലി 19 കൊല്ലത്തിനിടക്ക് 100 വട്ടമെങ്കിലും ആത്മ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പം കാട്ടഭാവം പോലും ആയിരിക്കില്ല. എന്താ ഇതിന്റെ അവസ്ഥ എന്നാ മനസ്സിലാകത്തത്. തന്നെ. അപ്പൊ മൂസ അലൈഹി സ്വലാമിന്റെ ഉമ്മാക്ക് വഹി നൽകി എന്നാ പറയുന്നു. അതിന് മൂസ അലൈഹി സ്വലാമിന്റെ റസൂല അതിന് മുമ്പ് ഉടനെ തേബിൽ കൊടുക്കുന്ന അന്നർദി ഈ മുല കൊടുക്കണോ. അവിടെ 2 അമ്ര ഒരുമിച്ച് കൂട്ടി ഒന്ന് മുല കൊടുക്ക്. കൊല്ലൂന്ന് പോയിട്ടെങ്കിൽ സമുദ്രത്തിലേക്ക് വിട്. 2 അമ്ര, 2 നെഹിയുണ്ട്. 2 വാക്തത്തുണ്ട്. ഇതിനൊക്കെ ഫസാത്ത് എന്താ വേണ്ടി. അഭിത് കേട്ടപ്പോ ശേഖ് പൊടിച്ചു പോയി. 2 അമ്ര, 2 വാക്തത്വം. കലാമി ഇതാ ഫസാഹത്ത് കൊണ്ടും തങ്ങളെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. ജവാമിഉൽ കലാം, ചിലർക്ക് ജവാമിഉൽ കലീമ ഒന്നുണ്ട്. അൽ കലിമത്തുൽ ജാമിഅ എന്നുണ്ടായി. അതായത് ഒരു കലിമത്തായിരിക്കും, പക്ഷെ കൊല്ലങ്ങളോളം പറഞ്ഞാൽ തീരാത്ത മഹനകൾ അൽ ജാമാക്കിയിട്ടുണ്ടാവും. അമ്മന്റെ പൂടിക പൈസ കൊടുത്തേ 1500 അപ്പോൾ ജവാമി എന്നുള്ള സിഫത്താണ്, അൽ കലാം എന്നുള്ളത് മൗസൂഫാണ്. അപ്പൊ തിരിച്ചിട്ടുണ്ടാവും അൽ കലാമുൽ ജാമി എന്നാണ് ഉണ്ടായത്. അൽ കലാമുൽ ജാമിയ, ജാമിയായ കലാമ്. എന്തിനാ ജാമിയാക്കി? മഹാനുൽ കസീറത്തിനെ ജാമിയാക്കിയിട്ടുണ്ട്. അയനി എന്ന് പറഞ്ഞാലോ ഇവിടം വരെ പറയുന്നു. എന്താണ്? അല്ലാഹു തആല തങ്ങൾക്ക് ഒരു മലക്ക കൊടുത്തു. എന്തിനർത്ഥം? ഫസാഹത്തിന്റെ മലക്ക. ഇതല്ലേ? അതുകൊണ്ട് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ലഫ്ള് ചുരുക്കാൻ. അതല്ലേ ജവാമിൽ കലിമ, ലഫ്ള് ചുരുക്കുക. മാനക്ക് വിശാലതയുണ്ട്. അതെന്തിന്റെ മാനയെന്ന്? ജവാമിൽ കലിമിന്റെ മാന ചുരുങ്ങിയ ഒരു കോർവ, വാചകത്തിന്റെ ചെറിയൊരു കോർവയിൽ വലിയ മാന. അതാണ് തീർന്നത്. കാലബാദുഹും. അപ്പൊ രണ്ടിന്റെയും കൂടെ മാന മുപ്പർ പറഞ്ഞത് ഏത്? ഫസാഹത്ത് എന്ന് പറഞ്ഞതിനാണ് ആത്താവ് മലക്കത്ത് ഇഖ്തദറ ബിഹാ അലാ ഇജാസിൽ ലഫ്ള് ഫസാഹത്തിൽ മാന. ചില മഹാന്മാർ പറഞ്ഞു
മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യനി, ഇത്ര ബന്ധുവിന്റെ ഹദീസാണ്. ഇതിൽ നിന്ന് 70 ബാബ് എൽമിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. എത്ര വാക്കിന് 70 ഇൽമൻ, അതാണ് അലിംതുന്റെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യനി എന്ന 8 ഹദീസിൽ നിന്ന് 70 ബാബ് എൽമ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്നിട്ടോ വമാ ഫറഗതു, ഇപ്പൊ തീർന്നിട്ടില്ല. അത് അപ്പൊ ഇതൊരു ജവാമിൽ കലിമപ്പെട്ട ഒരു ഹദീസാണ്. തങ്ങളുടെ ജവാമിൽ കലിമപ്പെട്ട മറ്റൊന്ന് അതവിടെ തീർന്നു. ഇടക്കിടക്ക് സിയാറത്തിന് പോണോ എന്നാ വെബ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടെ 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 പോയി നിന്നാല് അയാൾക്ക് ശല്യം. തീരെ പോകാനാലും മറന്നും പോകും. ഇടക്കിടക്ക് കാണാൻ പോണം എന്നാല് ആ ഹബ്ബ് ഏറിക്കൊണ്ടേയിരിക്കും. രാവിലെയും വന്ന് വൈകുന്നേരം വന്നിട്ട് വർത്താനം പറഞ്ഞു തന്നാല് ഇയാളെന്താ പോകാതെ ഇയാളെ കൊണ്ട് ശല്യമല്ല. ഇന്നൊരാളെ വന്നിട്ട് ഒരേ തീർന്നു പറഞ്ഞ് വിട്ടിട്ടും പോകുന്നില്ല. ഞാൻ പറഞ്ഞ നുഹർ ജമ്മാക്കി ഞാൻ 2.5 മണി കഴിഞ്ഞിട്ടു ഇല്ല. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അള്ളാവില്ലേ? ഇല്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഉറങ്ങുന്നോ അല്ല പോകുന്നോ, നിങ്ങൾക്ക് ചോറും കഞ്ഞി ആക്കണോ, എന്താ വേണ്ടി പറ. എന്നൊരു ഹദീസാണ്. ഇനി മറ്റൊന്നാണ്, ഇതിന്റെ ബാക്കിയല്ല. നിങ്ങളെന്താക്കണം, നല്ല കാര്യത്തെ ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് ചെയ്ത കാര്യത്തിൽ പ്രതിഫലം കിട്ടും. ഒരു സാധുണ്ട്, ഓനിക്ക് 100 രൂപ കൊടുക്കണേ, സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഇയാള് 100 രൂപ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വാക്ക് കൊണ്ട് 100 രൂപ സദക്കന്റെ മുന്നിൽ കിട്ടി. ചീത്തകാലത്ത് ശഫാഅത്ത് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. പരസ്പരം ഹദിയ കൊടുക്കണം, എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം നിലനിൽക്കും എന്ന് പറഞ്ഞ വേറൊരു ഹദീസാണ്. ഒറ്റ വാക്കല്ല ഇത്. എണ്ണി എല്ലാ കാര്യവും എളുപ്പമാക്കണം, ആർക്കും പ്രയാസം ഉണ്ടാക്കല്ലേ. ജവാമിൽ കലിമാണ് സന്തോഷം ഉണ്ടാക്കി തീർക്കണം, പഠിപ്പിക്കാൻ പാടില്ല, ഒരു കാര്യത്തിന് മടുപ്പുണ്ടാക്കാൻ പാടില്ല. മറ്റൊരു ഹദീസ് ഇതെല്ലാം കൂടെ കൗലുന്ന് വായിച്ചു ഒറ്റ വാചകം ഹദീസ് കാണൂല. അൽ മജാലിസു ബിൽ അമാന എന്ന് പറഞ്ഞാൽ മജ്ലിസുകൾ അമാനത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ മജ്ലിസ് നടന്ന കാര്യം അങ്ങാടി പോയിട്ടെല്ലാം പറഞ്ഞിട്ട് അവിടെ ആകെ മറച്ചു വെക്കാനുള്ള മറച്ചു വെച്ചോളണം, പരസ്യപ്പെടുത്താനുള്ള പരസ്യപ്പെടുത്തിക്കൊള്ളണം. മജ്ലിസ് എന്ന അമാനത്തുമായി ബന്ധപ്പെട്ടെടുക്കും. അവിടെ ഖിയാനത്താക്കിയാൽ എന്താകും, ലോകത്ത് ഫസാദേ ഉണ്ടാവുള്ളൂ. കുട്ടിക്കാലത്ത് ഇരുന്ന് പഠിച്ച കന്നക്ഷിഫിൽ ഹജർ, കല്ലിൽ കൊത്തിവെച്ച പോലെ ഉണ്ടാകും. അത് വേറൊരു ഹദീസ്. നിങ്ങളെ കാത്തു സൂക്ഷിക്കലൊക്കെ ഉണ്ടല്ലോ, അത് അള്ളാന്റെ കതിറിനെ തൊടുക്കൂല. കതിര് ഏത് മുബറമായ കഥാവ് ആണെങ്കിൽ അപ്പൊ എന്താക്കണം, ഈ കതിരിൽ നിന്ന് മുബറമായ കഥാവിനെ തൊട്ട്, അല്ലെങ്കിലോ മറ്റൊരു ഹദറുണ്ടല്ല, അല്ലെ പിന്നെ പൊതുവഹിതറക്കെന്ന് പറയണം. കൊട പിടിച്ചാൽ മഴ കൊള്ളും, അല്ല കൊള്ളൂല, പിടിച്ചിട്ടില്ലെങ്കിൽ കൊള്ളും. കൊള്ളണ്ടേ? കൊട പിടിച്ചോ, അവിടെ ഹദറുണ്ടായില്ലേ, കതർ തൊട്ട് കാത്തില്ലേ? അതിന് പറയുന്നത് മുബറമായ കതിറിനെ തൊട്ട് ഹദർ കാക്കൂല. അൽജാറു സുമ്മദ്ദാറു, അതിന്റെ ബാക്കിയല്ല. മറ്റൊന്ന് അൽജാറു സുമ്മദ്ദാറു, ആദ്യം പരിസരം നോക്കട്ടെ പിന്നീടാ പോരാന്ന്. അപ്പൊ അവിടെ പുരടുക്കണോ, പരിസരം നോക്കണം. ആദ്യം കള്ള ഷാപ്പുണ്ടാ, മറ്റോനുണ്ടോ, മറ്റോനുണ്ടോ, അവിടെ എന്താ ഉള്ളത്, മറ്റേ രാവിലെ കേൾക്കുന്ന പാട്ടെന്താന്ന്, അപ്പൊ മാങ്ങ കേൾക്കുന്നുണ്ടോ, മാങ്ങ കേൾക്കുമ്പോ നല്ല സന്തോഷമാണ്. അതൊക്കെ നോക്കി നമുക്ക് അവിടെ ഇവിടെ പുരടുത്തു. ഞാൻ പറഞ്ഞു പരിസരത്താരുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ബാധിക്കും. ഇവനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കാര്യം സഹകരിക്കുകയും ചെയ്യും, ഒറ്റപ്പെടും. ഒറ്റപ്പെട്ട അന്നുണ്ട്, അത് വേറെ കാര്യം. ആലമുൽ ഹിക്മത്തിൽ താമസിക്കുമ്പോൾ എന്ത് വേണം, ഓറും വേണം. അല്ലെങ്കിൽ ഓല്ലതി അയ്യതൊക്കെ ബിനസ്രി വബിൽ മോമിനിന എന്തിനാ പറഞ്ഞു? അള്ളാന്റെ നസ്രോട് തങ്ങളെ സഹായിച്ച് മോമിനികളെ കൊണ്ടു. അള്ളാന്റെ ഉണ്ടാകുന്ന മോമിനികൾ ഇപ്പടെ ഉള്ളത് ആലമുൽ ഹിക്മത്തിലുള്ള മോമിനികൾ വേണം, അള്ള മാത്രം പോരാ. പക്ഷെ മോമിനികളെ സഹായിക്കണമെങ്കിൽ അള്ളാന്റെ തയ്യത് വേണം. അവിടെ പോയി സഹായിക്കുമെന്ന് പറയണം.
യാത്ര പോകുന്നതിന് മുമ്പ് റഫീഖിനെ ആദ്യം കണ്ടെത്തേണ്ടത്. ഒരു ബൈക്കൊക്കെ യാത്ര പോകണം എന്നാ വഴി അന്വേഷിക്കുന്ന മുമ്പ് ആരൊക്കെ നമ്മളൊക്കെ വരുന്നുണ്ട്, നമുക്ക് പറ്റി കൂച്ചിന് പറ്റിയ ആളെ ആരൊക്കെ ഉണ്ട്, അതാണ് തീരുമാനിക്ക്. ബൈ തീവണ്ടിക്ക് പോകണോ, കപ്പലിൽ പോകണോ, വിമാനത്തിൽ പോകണോ, അല്ല ബൈ തീരുമാനിക്കണം. ഹയാത്ത് കാലത്ത് ഒരാൾ ഒരു സദക്ക കൊടുക്കല്ലേ, ഒരു ദിർഹം, അത് ഖൈറാണ്. മരിക്കാൻ കടക്കുമ്പോ 100 കൊടുത്തെന്ന് പറഞ്ഞാൽ കാണാം. കാരണം അയാൾക്ക് ഏതായാലും നിരാശപ്പെട്ടില്ല, ഇനി ഇയാൾക്ക് കിട്ടൂല, കാരണം ആ 100 എടുത്ത് അവിടെ കൊടുത്തേന്ന്. ഹയാത്ത് കാലത്ത് ആ പിശുക്കുണ്ടാകും. ആ പിശുക്കിനെ സമരം ചെയ്തിട്ട് 1 കൊടുത്താൽ തന്നെ എന്തായി, നിരാശപ്പെട്ടപ്പോ 100 കൊടുക്കുന്നത്. അതാണ് മറ്റൊന്ന്, നീ ചോദിക്കാതെ കണ്ട് നിനക്ക് എന്തെങ്കിലും ആളെന്തോ കൊണ്ടു തന്നു, ചോദിച്ചിട്ടില്ല, നീ ആശം വെച്ചിട്ടില്ല, എന്നാ അത് തിന്നോ, നീ സദക്കയും കൊടുത്തോ. വേണ്ടെന്ന് പറയാൻ പാടില്ല, നിനക്ക് തീരെ വേണ്ടേ, നീ മറ കൊടുത്തേ വാങ്ങണമെന്നാ പറയുന്നത്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ചായ കുടിച്ചോ, വേണ്ട 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 വേണ്ടേ, കുടിക്കാൻ വേണ്ട, പോ. ഞാൻ ചായക്ക് ചോദിച്ചിട്ടില്ലല്ലോ, ചിലപ്പോ ചോദിച്ചാലും കിട്ടാത്തുണ്ടാവും. എന്നൊരാൾ കാര്യമാറ്റി കൊട്ടിക്കൊണ്ട് പോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളവിടെ ചോദിക്കണം. മൂത്രിക്കുകയും പോകണം. പിന്നെ ആടെ മൂത്രിക്കേണ്ടപ്പോൾ അവിടെ കുറച്ച് ഒന്ന് മുന്നോട്ടേന്ന് വെച്ച് ഞാൻ അപ്പുറം പോയി ചോദിച്ചു. ഒരാളോടൊപ്പം 2 സ്ഥലത്തെല്ലാം കെട്ടി വലിച്ച് ചോദിക്കുന്നത് ചായ വേണോ ചായ വേണമെന്നാണ്. അപ്പൊ ചായ ഒന്ന് കുടിക്കുകയും പോകണം. ഏതായാലും ഞാനോട് പറഞ്ഞു അസീതൊക്കെ പോയി ചായ കിട്ടും. കിട്ടിയത് അംസം വെള്ളം ചായനൊക്കെ അപ്പം കിട്ടി. അമ്മയെ ശമ്പസിനോട് പറഞ്ഞു എന്റെ നെയ്യത്ത് ചവിടിക്കുന്നു. ഇപ്പൊ കിട്ടുന്ന ആരാടത്തല്ലേ വീണി, സ്വന്തം വീണി അവിടെ തീർന്നു. അപ്പൊ തങ്ങൾക്കുള്ള 2 പ്രത്യേകതയുണ്ടല്ലോ. എന്തെന്നാ, ഒന്ന് ഫസാഹത്ത്, അതോടെ ജവാമിൽക്കണം. 2 കൂടെ കൂടിയപ്പോ എന്തായി, നല്ല താബീർ, ചെറിയ 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 വാചകങ്ങൾ, വിശാലമായ അർത്ഥം. അപ്പൊ 2 കൂടി ബന്ധപ്പെട്ടിട്ട് കിടക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ അന്ന ശരിക്കും ബ്രാക്കറ്റിന്റെ ഉള്ളിലാ വേണ്ടി. അതല്ലേ മത്തിന്. അന്നില്ലാണ്ട് ലായില പറയൂലല്ല അശ്വതിന് ശേഷം. ആ ബ്രാക്കറ്റ് ഇപ്പുറത്തേക്ക് മുറിച്ചാക്കുക. ശരിയില്ല, നമ്മളെ ആടെ നല്ല കർത്തവ്യം എടുക്കും. അശ്ഹദു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അശ്ഹദിന് എന്തെല്ലാം ഉണ്ടെന്ന് അറിയോ, ആദ്യം അറിയണം. അറിയാതെ കണ്ട് അശ്ഹദു എന്ന് വന്നാൽ കളവാണ്. അറിഞ്ഞിട്ട് ഓനിക്ക് സ്വയം ബോധ്യപ്പെടണം. സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം എന്താക്കണം, അത് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം. മനസ്സിൽ അതിനോട് ഇൻകാറാണെങ്കിൽ അശ്ഹദു പറഞ്ഞ കളവാകും. അപ്പം അർത്ഥം മറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ഇനി പ്രഖ്യാപിക്കണം. അതിനാണ് ആദ്യം തന്നെ അഅലമു ബഹുദിഇലൂന്ന്. അഅലമു എന്താക്കി ആദ്യത്തെ 2 എണ്ണം വന്ന് അറിഞ്ഞു കഴിഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. ബഹുദിഇലൂന്ന് തന്നെ പ്രഖ്യാപിക്കുന്നു, എന്നാലേ സാക്ഷ്യം. അപ്പൊ എന്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തിൽ എന്താണോ ആശയം, അത് ഞാൻ ആദ്യം അറിഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച്, എന്നിട്ട് എവിടെയൊക്കെ പ്രഖ്യാപിക്കണം അവിടെ എല്ലാം സാക്ഷിയായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം മറ്റുള്ള ആളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാദിച്ചാൽ അതിന് തെളിവ് ഞാൻ കൊടുക്കും. ഞാൻ സാക്ഷി ഒന്നിക്ക് ഞാൻ തന്നെ സാക്ഷി, അല്ല ഞാൻ സാക്ഷ്യം വഹിക്കും തെളിവ് അവതരിപ്പിച്ചിട്ട്. അപ്പൊ തെളിവ് അടക്കം തെളിവ് പഠിക്കണമെന്നായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിട്ട് ഒരു നഫിയുണ്ട്, ഇസ്ബാത്തും ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നഫിയുണ്ട്, ഇല്ലല്ലാഹ് ഇസ്ബാത്തും ഉണ്ട്. എന്താ അർത്ഥം? ഒന്നുണ്ട് ഒന്നേ ഉള്ളൂ. ഒന്നുണ്ട് ഒന്നേ ഉള്ളൂ.
അപ്പൊ നാസ്തികന്മാർക്ക് ഒന്നുണ്ടെന്ന് സ്ഥാപിക്കണം. അല്ല ഒന്നുണ്ട് അല്ല ഉണ്ടെന്ന് സ്ഥാപിക്കുക. അപ്പൊ വർദ്ധിപ്പിക്കുക. അപ്പുറത്ത് ഒന്ന് പോരാ, എന്നാ അധികമുള്ള എല്ലാം പൊട്ടിച്ചെടുക്കണം. ഒന്നുണ്ട് ഒന്നേ ഉള്ളൂ. ഒന്നുണ്ട് എന്നായിരിക്കും നാസ്തികന്മാർക്ക്. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ മുസ്ലിം. അപ്പൊ ഇഫ്രാത്ത് തഫ്രീത്ത് തീരെ ഇല്ല എന്ന് പറഞ്ഞ കൂട്ടർക്ക് തഫ്രീത്താണ്. ഉള്ളത് വർദ്ധിച്ചു പോക്ക ഇഫ്രാത്ത് വന്നു, അധികയിപ്പോയി. ഞാൻ അതിലുമില്ല ഇതിലുമില്ല, മുസ്തഖീമായ പാതയിൽ. ഒന്നുണ്ട് ഒന്നേ ഉള്ളൂ. ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നാസ്തികൻ, നിരീശ്വരവാദി. ഒന്നേ ഉള്ളൂ എന്നൊരു മുശ്രിക്ക്. ഒന്നുണ്ട് ഒന്നേ ഉള്ളൂ. അപ്പൊ ഒന്നേ ഉള്ളൂ എന്നതിന്റെ വാക്കാന്ന് കലിമത്തിന്റെ മന്തൂക്കാണ് നേരെ. മറ്റേത് മഫ്ഹൂമാണ്. മഫ്ഹൂമിന് തലതിരിച്ച് പിടിച്ചാൽ എന്താ മറുവശ അർത്ഥം കിട്ടുമല്ലോ. മഫ്ഹൂം മന്തൂക്കില്ലേ, മന്തൂക്കുന്ന നേരെ നേരെ അർത്ഥം വെച്ചാല് അതിനെ തിരിച്ചു പിടിച്ചാൽ കിട്ടുന്ന അർത്ഥം. ഇവിടെ സൈദല്ലാണ്ട് അനിമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം തട്ടനി സൈദുണ്ട് കിട്ടി, അയാള് മറ്റുള്ള ഇൽമില്ലെന്നും കിട്ടും. അപ്പൊ അല്ല അല്ലാത്ത വേറെ എന്തെല്ലാം മുജൂദി സാധനം ഉണ്ട്, അതൊന്നും ഇലാഹാൻ പറ്റൂല എന്ന് പറ്റില്ല. ഇലാഹാകാനുള്ള ക്വാളിഫിക്കേഷൻ അത്യുന്നതമാണ്. മുജൂദിനുള്ള സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ആരേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അവകാശം പകച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ബാക്കിയുള്ളത്തിനും ഇലാഹാനുള്ള യോഗ്യത ഇല്ല. യോഗ്യത പലതും 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 ഉണ്ടാകാം, അതൊന്നും എന്തല്ല യോഗ്യത. അപ്പൊ ഇലാഹിന്റെ യോഗ്യത വേറെ തന്നെയാണ്. മറ്റുള്ളവരുടെ യോഗ്യത എത്ര നേറിയാലും അത് വേറെ തന്നെയാണ്. അപ്പോ ഈ പടപ്പുകളിൽപ്പെട്ട യോഗ്യത കൂടി 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 കുറെ യോഗ്യന്മാർ കൂടിയാൽ എന്താവില്ല, ഇലാഹിനെ തോലത്തൂല. കുറെ യോഗ്യന്മാരെ കൂട്ടി അവർ ഇലാഹാക്കാൻ കഴിയൂല. എല്ലാ ഹദീസ് തന്നെയാണ്. ഇതൊക്കെയാണ് എന്റെ ആശയങ്ങൾ. അപ്പൊ അള്ളാഹ്ക്കുള്ള ഇലാഹുള്ള യോഗ്യത പഠിച്ചു നോക്കുന്ന ഒരു ഭാഗത്ത് എന്നിട്ട് വേണ്ട അതിനെ ഇസ്ബാത്താക്കിയത്. അത് വന്ന് ഇപ്പുറത്തുണ്ട് ഒരു ഇലാഹാനുള്ള അയോഗ്യമാകുന്ന കാരണങ്ങൾ ഇപ്പൊ നോക്കണം. അപ്പൊ ഉലൂഹിയ്യത്തിന് എന്താണ് അനിവാര്യം എന്ന് പഠിച്ചു നോക്കണം. എന്നിട്ട് അത് ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ അല്ലെ പിന്നെ എങ്ങനെ അറിയത്? അപ്പൊ ഒരു മുക്കല്ലഫ് ശരിക്കും ഈ 50 സിഫത്തും അറിഞ്ഞിരിക്കണം നിർബന്ധമാണോ? ഇത്ര കാലാക്കി അതായത് 50 സിഫത്ത് തഫ്സീലായിട്ട് തന്നെ പഠിക്കണം. അതിങ്ങനെ അതല്ല ഇത്ര കാലം അക്കീദിന്റെ 10ഓളം കിതാബ് ഈ പരക്കുന്ന ഒതുക്കി കഴിഞ്ഞത്. ആകാശത്തിന്റെ താഴെ കിടക്കുന്ന ഭൂമിന്റെ മേലെ കിടക്കുന്ന പ്രസിദ്ധമായ അക്കീദിന്റെ കിതാബ് 10 കിതാബ്. നൂറുലല്ല അക്കീദക്ക് മാത്രം 10ഓളം കിതാബ് ഒതുക്കുന്നു. എന്നിട്ട് അക്കീദ വേണമെന്ന് ചോദിക്കുന്നില്ല, അർത്ഥമില്ല. ഇജ്മാലും തഫ്സീലായിട്ട് ഓതി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണമെങ്കിൽ കുറെ മാലൂമാത്തിന്റെ മുകളിൽ മൗഖൂഫാണ്. ഒന്ന് അള്ളാഹ് എന്താന്ന് അറിയണം, മറ്റൊന്ന് അള്ളാഹ് അല്ലാത്ത സാധനം എന്താന്ന് അറിയണം, ഇലാഹിന്റെ യോഗ്യത എന്താന്ന് അറിയണം. ഇലാഹിന്റെ യോഗ്യത ഈനുണ്ടോ അതിനുണ്ടോ ഇതിനുണ്ടോ ഇതിനുണ്ടോ ഒത്തുനോക്കണം. ഒത്തുനോക്കിയതിന് ശേഷം അള്ളാഹിനെ മാത്രം നിക്ഷിപ്തമാക്കണം, മറ്റുള്ളതിന് ഇല്ലാന്നും വരണം. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞത്. എന്നിട്ട് ഇവിടെ മനസ്സിൽ ഉറപ്പിക്കാൻ അടുത്തവന് ഉറച്ചു നിന്നിട്ട് അത് പ്രഖ്യാപിക്കാം. എന്നിട്ടോ അല്ല ഇല്ല എന്ന് പറയുന്നതോട് ഒന്നുണ്ട് എന്ന് സ്ഥാപിക്കാൻ പോകണം. ഒന്നിലധികം ഇല ഉണ്ട് എന്ന് പറയുന്നതോടെ ഒന്നേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാൻ പോകണം. അതിനൊക്കെ തെളിവ് ഞാൻ കൊടുക്കാം. ബന്ധങ്ങൾ കൂടിയാ മതിയാ? അതാ അന്നേരം ചോദിക്കുന്നത് മഅബൂദല്ലേ? എത്ര മഅബൂദുണ്ട്? പറശ്ശിക്കട വന്ന് എത്ര മഅബൂദ് ഞാൻ കാണിച്ചു തരാം. നായി മുതൽ പാമ്പ് മുതൽ ചത്ത സാധനം വരെ മഅബൂദാണ്. എലി മഅബൂദാണ്. മഅബൂദ് അല്ലാത്ത സാധനം ഇല്ല. ശംസെല്ലാം എടുക്കട്ടെ, പേര് പ്രകാശം നൽകേണ്ടത്. മൂത്രം വരെ മഅബൂദില്ലേ? അപ്പൊ ഇല്ലാതെ നിങ്ങൾ പറഞ്ഞേ അത് അയോഗ്യനാണെങ്കിൽ ഇലാക്കി നമ്മ എന്താ വേണ്ടത്? അർഹത, ഇലാഹയുള്ള അർഹതയോട് കൂടിയുള്ള മഅബൂദ് എന്ന് പറ. ഇമാമ പറയുന്ന തഫ്സീറിന്റെ കിതാബാണ്. നസഫി കൊടുത്തിട്ടുണ്ട് 2 മുജല്ലദില് 4 വോള്യങ്ങള്. അതാണ് തഫ്സീറിലുള്ളതാ പറയുന്നു. ഹദീസിലുണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അദ്ഖലാന്ന് വായിക്കോ എല്ലാടാ. അദ്ഖല എന്ന് പറഞ്ഞാൽ ഈ മുഅ്മിൻ വേറെ സ്വർഗത്തിൽ കയറ്റലുണ്ടാ?
അദ്ഖിലുൽ ജന്നത ഉദ്ഖിലൽ ജന്നത അയാളെ സ്വർഗ്ഗത്തിൽ കയറ്റിയാൽ റഅ 70000 ഹദീഖ 70,000 തോട്ട അയാൾ കാണുന്നു. ഹദീഖന്റെ മാന ബുസ്താൻ. ബുസ്താന്റെ മൂപ്പറ വ്യാഖ്യാനാണ് ഹദീസ്. ബാക്കി ഫീ കുല്ലി ഹദീഖത്തിൻ 70,000 ശജറ. ഓരോ തോട്ടത്തിലും 70,000 മരങ്ങളുണ്ട്. അൽഫ് വറക്ക. ഓരോ മരത്തിലും 70,000 ഇലയുണ്ട്. അപ്പൊ ഗുണിച്ചു നോക്ക്. 70,000 ഗുണിക്കണം 70,000 ഗുണിക്കണം 70,000. ഹോമിയോപ്പതി എന്തിന്റെ മതി ചെയ്യും. ഓരോ വറക്കത്തിലുണ്ട് മക്തൂബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാത്രമല്ല ഉമ്മത്തും മുദ്രിബ വറബ്ബുൻ ഗഫൂർ. ദോഷം സംഭവിക്കാവുന്ന ഉമ്മത്താണ്, ദോഷം പൊറുക്കുന്ന റബ്ബുമാണ്. ബല്ലത്തും തയ്യിബ റബ്ബുൻ ഗഫൂർ എന്ന് പറഞ്ഞ മാതിരി ഉമ്മത്ത് മുദ്രിബത്താണ്, റബ്ബാണെങ്കിൽ ഗഫൂറുമാണ് കൂട്ടത്തിൽ. അപ്പൊ എന്താ ബന്ധം? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഉമ്മത്തിന് ദോഷം സംഭവിച്ചാൽ പൊറുക്കാൻ റബ്ബുണ്ട്. ഗുണിച്ചോക്കട്ടെ, ഒരു കലിമത്തിൽ എത്രയുള്ളത് നോക്കി. 70,000 തോട്ടം ഗുണിക്കണം 70,000 മരങ്ങൾ. അപ്പൊ എത്ര ഈ മരങ്ങളുണ്ടായി? ഗുണിക്കണം 70,000 ഇലന്റെ എണ്ണമായി. അപ്പൊ 70,000 ഗുണിക്കണം 70,000 ഗുണിക്കണം 70,000 കേട്ടാ. ആ ഇലന്റെ വലിപ്പം എത്ര എന്താണ്? പുല്ലു വറക്കത്തിൻ അർദുഹാ മിൻ മശ്രിഖിൽ അർദി ഇലാ മഗ്രിബിഹ. ഓരോ ഇലന്റെ വീതി ഉണ്ടല്ലോ, വീതി മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള ദൂരമുണ്ട്. അത് ആലമുൽ ഗൈബ് അത്രമാത്രം വിശാലല്ല. അപ്പൊ ഇവിടെ അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത്ഭുതപ്പെടണ്ട. ഇവിടെ ചെറിയൊരു മാർക്കറ്റാണ്. അതിനാണ് സോഫിയാക്കൾ എന്താക്കിയ ആലമുൽ ഗൈബിനെ ഇതാക്കിയ ഒരു വി എന്നിങ്ങനെ ഉണ്ടാക്കുക. ഒരു വി എഴുതാം, എന്നിട്ട് ഇവിടെ എന്താക്കണം? ഒരു വര വരക്കുക. എന്നാൽ അവിടെ ട്രയാങ്കിൾ കിട്ടും. അതെല്ലാം വരച്ച് കാണിക്കണം. 10,000 ശംസുലും എന്താക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയത് ചകമീൻ്റെ ഓതിയെന്ന് എല്ലാവർക്കും തിരിഞ്ഞെന്നാ പറയും. MT ഉസ്താദ് ഉണ്ടാക്കിയിട്ട് അവിടെ ഗോളം ഉണ്ടാക്കിയിട്ട് പച്ച കളർ, മഞ്ഞ കളർ, ചുവപ്പ് കളർ, 10ന് 10 കളർ കൊണ്ടാണ് പഠിപ്പിച്ചിട്ടും രാവിലെ വെച്ച് വൈകുന്നേരം ചോദിച്ചാൽ ഉള്ളതാണ്. ഇങ്ങനെ ആക്കുമ്പോൾ ആക്കിയെന്ന് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പുറം തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കളവാണോ അപ്പുറം തിരിഞ്ഞെന്ന് പറഞ്ഞത് കളവാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പൊ ആ ട്രയാങ്കിളാണ് ദുഞ്ഞാവുലെ സകലതും. അത് എത്ര പോയി അങ്ങനെ അങ്ങോട്ട് പോകുന്തോറും മുകളിലോട്ട് കയറുന്നതോറും കൂട്ടിമുട്ടാതെ അനന്തമായി ഇങ്ങനെ അങ്ങോട്ട് പോയത്. മാത്തമാറ്റിക്കൽ തിയറി തന്നെയാണ് എന്ത്? സമാന്തര രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതല്ല അല്ലേ? മാത്തമാറ്റിക്കൽ കാണപ്പെടാത്ത കുറെ തിയറി ഉണ്ട്. പാരളല 2 രേഖകൾ തമ്മിൽ കൂട്ടിമുട്ടൂല. കൂട്ടിമുട്ടി എന്ന് പറഞ്ഞാൽ അടത്തും പാരളിൽ രണ്ടോ നിൽക്കുന്ന അർത്ഥം. എവിടെ നിന്നാണോ പാരളിൽ നഷ്ടപ്പെട്ടത് കുറെ ദൂരം പോകുമ്പോൾ കൂട്ടിമുട്ടും. ഇപ്പൊ മുട്ടിയിട്ടില്ലേ? കുറെ അങ്ങോട്ടും മുട്ടും. മുട്ടൂലേ? ഇനി ആ ഒപ്റ്റ്യൂസ് ആംഗിൾ, ഇങ്ങനെ ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ 2 ആംഗിളിൽ അലകൾ അങ്ങനെ എത്രത്തോളം പോകുന്നു അത്രത്തോളം വിശാലമായി നീണ്ടു പോകുന്നതാണ്. ഒരാംഗിൾ നമ്മൾ സന്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താക്കും? വിശാലമായിട്ട് പോകുന്നതാണ്. എങ്ങനെ വെച്ചോട്ടെ, ഇങ്ങനെ ഇങ്ങോട്ട് വിശാലം. ഇതൊക്കെ ഒക്കർദീസ് കാണപ്പെടുന്ന തിയറിയല്ലേ? അതാണ് ആലമുൽ ഗൈബ്. ആ ഗൈബിന് ഇത്രമാത്രം വലിയ ഇല ഉണ്ടാകുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മഹത്വം പറഞ്ഞത്തു വഹദഹു, അതിന് തൗക്കീദാണ്. ഈ അല്ലാഹ് എന്ന് പറഞ്ഞ വഹദഹു ഒറ്റക്ക് തന്നെ, മുൻഫരിദൻ ഫീ ദാതിഹി. അതിനാ വഹദഹുവിന്റെ അപ്പുറം ലാ ശരീക ലഹു ഇപ്പുറം പറയുന്നുണ്ട്. അപ്പൊ വഹദഹുവിന്റെ മാനിയും ലാ ശരീക ലഹുവിനും രണ്ടും രണ്ടാക്കി പറയണം. അല്ല ആവർത്തനയെ മാറുമല്ല. അവിടെ എന്താക്കി? ദാത്തിൽ മുൻഫരിദാണെന്നും ലാ ശരീക ലഹു ഫീ സിഫാതിഹി ബേഗായല്ല. അതിന്റെ പണി കൊടുത്തില്ലേ? വഹദഹു ലാ ശരീക ലഹു. അപ്പൊ ദാത്തിൽ അവനെ തുല്യമായൊരു ദാത്ത് ഇല്ലായിട്ടില്ല, ഉണ്ടാവില്ല, ഉണ്ടാകുന്ന മുമ്കിനുമല്ല. ലാ ശരീക ലഹു സിഫാത്തിൽ മഫ്ആലിലും അല്ലേ? സിഫാത്തിലില്ലേ? ശരീക്കില്ലേ? നീക്ക് കേൾക്കാൻ കഴിയൂലേ? നീ കേൾക്കുന്നവനല്ലേ അല്ലേ?
അല്ലേ? അത് കേൾക്കുന്നില്ലേ? അല്ല, ഇത് രണ്ട് കേൾവി ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും മാറി. അത് വെറും നാമകരണം മാത്രമാണ്. എല്ലാ കമാലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് കിട്ടിയതാണ്. ഓനങ്ങോട്ട് ഓഫാക്കിയത് പോയി, എല്ലാം പോയി. പീശൻകുട്ടി വരെയാ പോയി. എന്ത് കമാലാത്ത് വാദിച്ചാലും 5 നുക്സാൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ സിഫാത്തിൽ ശരിക്കില്ല, അഫ്ആലിലുമില്ല. അഫ്ആലിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആര് മറ്റോ മത്സരിച്ചത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് നമ്രൂദില്ലേ, നിന്റെ റബ്ബാരോന്ന് വെച്ച് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ഫീല് പറഞ്ഞ്, ഓ അത് എനിക്കുണ്ടല്ലോ പണി, ഒരാളെ കൊന്ന് ഒരാളെ കൊല്ലാൻ പോയിട്ട് ഒന്ന് പോയിക്കോന്ന്. അപ്പൊ അയാൾ ഞാൻ മരിപ്പിച്ച് മറ്റാളെ ജീവിപ്പിച്ചു. അയാൾ ആയിഷന്റെ ഗെയിമിലായിരുന്നു, കൊത്തിയെങ്കിൽ ഇല്ലല്ലോ. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം ഇവന് പോയത്തക്കാരൻ മനസ്സിലാക്കിയിട്ടില്ല, ഇതാണ് അതിന്റെ ലാഹിർ മനസ്സിലാക്കിയില്ല, ഫീലുള്ള മുഷാറക്കത്ത്. എന്നാ പിന്നെ വേറൊരു പറഞ്ഞു, എന്നാ പിന്നെ എന്റെ റബ്ബിന് വേറൊരു പണിയുണ്ട്, കിടക്കുന്നാന്ന് സ്വരം ഒതിപ്പിക്കല് പറഞ്ഞാൽ അസംഭിക്കും. നീ എന്നാണ് അങ്ങ് തിരിച്ചുകൊണ്ട പോത്തിബി ഹാമിൽ മഗ്രിബി ഫുബുഹിത്തല്ലദീ കഫർ. അപ്പൊ വഹദഹു ലാ ശരീക ലഹു. ഇതിന്റെ അതിനപ്പുറം ലഹുൽ മുൽക്ക് ഇവിടെ പറയൂല. ലഹുൽ മുൽക്കും വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര തൗക്കീദ്! ഇതെല്ലാം പറഞ്ഞാൽ 3 വട്ടം പറഞ്ഞാൽ മുശ്രിക്കാവുന്ന പറയും വഹാബികൾ. അപ്പൊ കലിമത്ത് തൗഹീദ് ഇത്ര മാത്രം തൗക്കീദാക്കി ചോദ്യം മുശ്രിക്കാവുന്ന പറയും വഹാബിക്ക്. തലയിൽ എന്താ സാധനം ഉള്ളത്? മല എന്താ അതിനുള്ളിൽ എന്താ ഉള്ളത് പറ. ഷിർക്കിന്റെ വാക്കെന്താ പറയുന്നത്? എന്താ ചോദ്യം മുശ്രിക്കാവും? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ തസ്ബീഹ് പിടിച്ച് വളഞ്ഞെന്ന് ചൊല്ലിയാൽ മുശ്രിക്കാവും. പറയുന്നു അലി റളിയല്ലാഹുവിനെ തട്ടിയത് ഈ സമയം കൊണ്ട് ഞാനാ വായിച്ചെങ്കിൽ 10-12 പേജ് വിട്ടിട്ടുണ്ടാവും. എനിക്ക് കയ്യണ്ടായി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടാ, നിങ്ങൾ അല്ലാഹു തആലാക്ക് തൗഹീദ് നൽകണം. എപ്പോ? യൗമുൽ അഹദിൽ കസറത്തു സലാത്താണ്, നിസ്കാരം വർദ്ധിപ്പിച്ചിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹിദാണ്, ലാ ശരീക ലഹു. അപ്പം ഫമൻ സല്ല യൗമൽ അഹദി ബഅദ സലാത്തിൽ ളുഹുർ, നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് നിസ്കരിക്കുക, ഫർദിന് ശേഷം സുന്നത്തിന് ശേഷം. ഫർളാക്കപ്പെട്ട ളുഹുറും നിസ്കരിച്ച് അതിന്റെ സുന്നത്തും നിസ്കരിച്ചിട്ട് യഖറഉ ഫി റക്അത്തിൽ ഊലാ ഫാത്തിഹത്തുൽ കിതാബ് ഓതുക, വതൻസീലുസ് സജദ അലിഫ് ലാം മീം സജദി ഓതുക. وفي الثانية فاتحة الكتاب وتبارك الذي بيده الملك അത് ഓതുക. ثم يشهد ويسلم. പിന്നെ അത്തഹിയ്യാത്തുൽ സലാം വിട്ട റക്അത്ത് എത്രയായി? ثم يقوم ويصلي ركعتين آخرة أخرين. 2 റക്അത്ത് നിസ്കരിക്കുക. يقرأ فيهما فاتحة الكتاب وسورة الجمعة. ആദ്യം സൂറത്ത് നായിപ്പോ ഞാൻ ശരിയാക്കിയതാണ്, ഞാൻ ശരിയായിട്ടില്ല. ويسأل حاجته. എന്നിട്ടോ അപ്പൊ രണ്ടിലും ഫാത്തിഹയും സൂറത്തുൽ ജുമുഅ തന്നെ ഓതണ്ടെന്ന് ഇപ്പൊ വന്നത്. വയസ്അലു ഹാജതഹു, എന്നിട്ട് ഹാജത്ത് ചോദിച്ചോ. അല്ലാഹു തആലാന്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏറ്റെടുത്ത കാര്യമെന്ന് അർത്ഥം. അല്ലാണ്ട് അള്ളാഹ്ക്ക് വേറെ ഹക്ക് അടിച്ചേൽപ്പിക്കാനില്ല. എല്ലാത്തിലും അക്കീദ ശരിയാണ്. ഹാജത്ത്, ഇവന്റെ ഹാജത്ത് പൊട്ടി കൊടുക്കാൻ അള്ളാഹ് ഹക്ക് പോലെ ഏറ്റെടുത്തിട്ടുണ്ട്. قال سيدي محمد بن محمد أبو عبد الله القرشي شيخ البوني محمد شيخان اور دخلت على الشيخ أبي محمد المغابري رضي الله عنه അടുക്കലേക്ക് ഞാൻ കേറി. فقال يا شريف, എന്നിട്ട് പറഞ്ഞു, യാ ഷരീഫ്, യാ ഷരീഫേ, വഅല്ലിമുക ശൈഅൻ, നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഫഖാല എന്ന് പറഞ്ഞാല് അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ആരാ കേറിയാളിപ്പോ? മുഹമ്മദ് ബിൻ ഓർ. ഞാൻ ഒരു പഠിപ്പിച്ചു തരുന്നു.
തസ്തഈനു ബിഹി, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപകാരത്തിന് എത്തുമെന്നും പറഞ്ഞു. فقلت نعم. ആയിക്കോട്ടെ പഠിപ്പിക്കാം. فقال إذا ഇദാ ഇഹ്തജത ഇലാ ശൈഇൻ, നിനക്ക് അർക്കത്തിൽ ഇട്ട് കൊടുത്തിന് ഏത് പൊട്ടന്മാർക്ക് വായിക്കാം. فقل വല്ല വസ്തുവിലേക്കും നിങ്ങൾക്ക് ഹാജത്തായാലേ ഫഖുൽ യാ വാഹിദു യാ അഹദു യാ വാജിദു യാ ജവാദ് ഇൻഫഹനാ മിൻക ബിനഫഹതി ഖൈരിൻ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നീ പറഞ്ഞു. അല്ലാഹുവിന്റെ തൗഹീദ് അത കലിമത്ത് മുഴുവനുണ്ട്. യാ വാഹിദു യാ അഹദു യാ വാജിദു യാ ജവാദ് ഇൻഫഹനാ മിൻക ബിനഫഹതി ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്നിട്ട് പറയുന്നു ഖാല ഫഅന ഉൻഫിഖു മിൻഹാ, ഞാൻ അതിൽ നിന്നാണ് ചെലവാക്കുന്നത് മുൻപ് സമയത്ത്. അത് കാട്ടകാലം മുതൽ എല്ലാ കാലം നടത്തുന്നത് അതിനെ കൊണ്ടാണ്. ഈ കലിമത്ത് മറ്റോറ് പഠിപ്പിച്ചെന്ന് അവിടെ തീർന്നു. അപ്പൊ തൗഹീദുമായിട്ട് എത്ര വലിയ മഹത്വമുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ ഇനി അള്ളാഹ്ക്ക് പൂർണ്ണ സിഫത്ത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത കാര്യം ആദ്യം എണ്ണി, എന്നിട്ട് 2 നിയമത്തുണ്ട്. ഇനി അൽ മാന്നി ബിൻ നിഅമിൽ ജിസാം, ഇത് മൊത്തത്തിൽ ചെയ്യുന്ന നിയമത്തുണ്ട്. അൽ മാന്നി അൽ മുതഫദ്ദിലി അലാ ഇബാദിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ഇബാദിന്റെ മേലിൽ ഓൻ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. അതെന്തിനാ മുഅ്മിനീങ്ങളെ പേരിൽ എന്ന് പറയുന്നതിന് ശേഷമുള്ളത് അടുത്തേക്ക് അറിയിക്കുന്നു. കാരണം മുഅ്മിനീങ്ങൾ എല്ലാത്താക്കും നിയമത്ത് ചെയ്തിട്ടില്ലേ? അതാ ബിൻ നിഅമിൽ ജിസാം എന്ന വലിയ 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 നിയമത്തുകളൊക്കെ ഉണ്ട്. ആ വലിയ നിയമത്തിൽപ്പെട്ടതാണ് ഇത് അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാണ്. മറ്റവർക്ക് ഇതിനൊക്കെ അപേക്ഷിച്ച് ചെറുത്ത്. അപ്പൊ ജിസാമിന് നിഅമത്ത് ജിസാമാണ് എന്ന വാക്കിൽ നിന്നാണ് മൂപ്പർ പിടിച്ചെടുക്കുന്നത്. മുഅ്മിനീങ്ങൾക്ക് ഉള്ളതാണ്. വഅവ്വലു നിഅമത്തിൻ അൻഅമ ബിഹാ അലൽ അബ്ദി മിനൽ നിഅമി ദുന്യവിയ്യ, ദുന്യവിയ നിയമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി അള്ളാഹ് കൊടുക്കുന്ന നിയമത്ത് ഏതാണെന്നറിയോ? അൽ ഹയാത്താണ്. ഹയാത്ത് കൊടുക്കാണ്ട് വേറെ എന്ത് കാര്യം കൊടുത്തിട്ട് കാര്യമില്ല. സമയം കൊടുത്തിട്ട് കാര്യമില്ല. ബസറില്ല, ഇൽമില്ല, കലാമില്ല, ഒന്നും നടക്കൂലല്ലോ. വജൂദിന് ശേഷം ആദ്യം കൊടുക്കേണ്ടതാണ് ഹയാത്താണ്. അതിന് ഹയാത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ട ഇൽമിലേക്ക് പിന്നെ കിടക്കണ്ടേ. ഇത് ആദ്യത്തെ നിയമത്താണ്. ആദ്യത്തേത് അതിൽ നിന്ന് അളമേത് അൽ ഈമാൻ. അപ്പൊ ജിസാമ് എന്ന വാക്കിനെ മൂപ്പർ ഓരി വെച്ച് നോക്കുമ്പോൾ തന്നെ മോമിനിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് എന്താക്കിയത് അല ഇബാദിഹിൽ മോമിനാണ് അതിൽ തന്നെ കൈകം കൊടുത്തത്. അല്ലാതെ തിരുവാടുള്ള ശാരിഹല്ല. നിഅമത്തിൽ നിന്ന് അളമേതാണ്? മുശാഹദത്തുൽ ദാത്തിൽ അലിയ, അള്ളാഹുവിന്റെ ദാത്തിന്റെ മുശാഹദയാണ്. അതിനപ്പുറം വലിയ നിയമത്ത് പറയില്ല. ഇനി നിയമത്തിന്റെ എല്ലാ നിയമത്തിന്റെയും സമാപനടെ കിടക്കുന്ന പരലോകത്ത് വിജയിക്കല. ഓരോ നിങ്ങളൊക്കെ ചെയ്യും. അപ്പൊ 4 കാര്യത്തിലേക്കാണ് ഒട്ടാകമടക്കം. ആയത്തെ ഇതല്ലാന്ന് ഫനായില്ലാത്ത ബക്കാ ഉണ്ടാവും സ്വർഗത്തിൽ. അതല്ലേ ജഹല് ബാധിക്കാത്ത ഇൽമാന്ന് ഏത് സാദത്തുൽ ആഖിറത്തിന്റെ ഒട്ടാകെ 4 കാര്യം. തമാമുൻ നിഅമ എന്ന് പറഞ്ഞു ദുഖൂലുൽ ജന്ന. അല്ലാഹുവിന്റെ അസലക്ക് തമാമുൻ നിഅമതി എന്ന് പറയുന്നില്ലേ? അത് ദുഖൂലുൽ ജന്നയാണെന്നാണ് ഹദീസിലുള്ളത്. ഇനി വേറൊന്നുണ്ട് തമാമുൻ നിയമത്തിന് ഹെക്കമ പറഞ്ഞ എന്താണ്? ഒരു നിയമത്ത് കിട്ടിയിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. ലുബുനു നിയമത്താണ്. പണം കിട്ടി നിയമത്താണ്, പണം കൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും. അപ്പൊ തമാമ വന്നിട്ടില്ല. അതല്ലേ മിൻ തമാമിൻ നിഅമതി അലൈക അൻ റസഖക മാ യക്ഫീക വയംനഅക മാ യുതഗീക എന്നാണ് ഹെക്കമിൽ പറഞ്ഞത്. അടിയും തമാമിൻ നിയമത്ത് അതാന്ന് തീർത്തു കണ്ടില്ല. അപ്പൊ ഈ ഹദീസ് എതിരല്ല. മിൻ തമാമിൻ നിയമത്ത്, തമാമിൻ നിയമത്തിൽ പെട്ട ഒരിനമാണെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലല്ലേ തമാമുൻ നിയമത്ത് ദുഖൂലുൽ ജന്നയാണ് എന്ന് പറഞ്ഞെങ്കിൽ ഹദീസ് എതിരെ വരുള്ളൂ. മിൻ തമാമിൻ നിയമത്തെ ആലോചിക്കാം. മുസന്നിഫ് സമ്മതിക്കണം ഈ ഹദീസ് എതിരായി വരാത്ത രീതിയിലാണ് കലാം അവതരിപ്പിച്ചത്. മിൻ തമാമിൻ നിയമത്തെ ആലോചിക്കാം. നിന്റെ മേലുള്ള തമാമൻ നിയമത്തിൽ പെട്ട ഒരിനം അർ റസഖക മാ യക്ഫി, നിനക്ക് എത്ര ചെലവ് കൊണ്ട്
ആ ചെലവ് കിടന്നിട്ടോ വേണ്ട ബാക്കിയൊന്നുമില്ല, കെട്ടിക്കിടന്നില്ല, ചെലവ് വറാവും. എന്നിട്ടോ വയംനാകമായു തികയിക്കാം, നിന്നെ തുകയാനിലാക്കുന്ന കതിർ അന്ന് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്നില്ല തുകയാൻ എന്താണ്? നിൽക്കാൻ നേരമില്ല, നോമ്പക്കാൻ നേരമില്ല, ഉറങ്ങാൻ സമയമില്ല, കൂറാൻ സമയമില്ല, നേരം പുറത്തിട്ട് മുത്തിപ്പിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ചില കച്ചവടത്തിന്റെ തിരക്കുണ്ട്. നേരം പുറത്ത് മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് ഞാൻ ഇപ്പൊ കക്കൂസ് പോയിട്ടില്ല, പല്ല് തുടച്ചിട്ടില്ല, ഇങ്ങനെ അങ്ങനെ ജീവിക്കാണ്ട് കച്ചവടം സമയം നിൽക്കിച്ചിട്ടില്ല. ആണോ? രാത്രി 3 മണി വരെ കച്ചവടം ഉറങ്ങിപ്പോയി. അപ്പൊ രാവിലെ നോക്കണ്ടേ ശ്രമിക്കാണ്ട് പറഞ്ഞു. അപ്പൊ ദീനുമില്ല, ദുഞ്ഞാവുമില്ല, ജീവിതമില്ല, എന്ത് കച്ചവടം നീ ചെയ്യുന്നത്? ആയിക്കൊണ്ട് എന്ത് കച്ചവടം ചെയ്യുന്നു? വയം നാക്കമായി തെറിയിക്കാന്നാ പറഞ്ഞു. മാത്രമല്ല റസക്കാന്റെ ഭാഗത്ത് മാതിയാ ഫീലിട്ടുണ്ട്, റസക്ക, കാരണം റിസ്ക് ഉറപ്പാണ്. മറ്റേ മൻ എന്നുള്ളത് മന്നാ സംഭവിക്കാതെ ജംന മുളാജിയാ ഫീലിട്ടുണ്ട്. ഇങ്ങനെ കെട്ടയിച്ചിട്ട് പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിലേക്ക്. അന്നേരാണ് 33 ശറഹദി എന്ന് പറഞ്ഞ അത്ഭുതമൊന്നുമല്ല. 100 തേക്കാൻ വിചാരിച്ചു 33 ശറഹദി. അഹമ്മദ് സറൂഖ് ഒന്ന് പറഞ്ഞതിൽ ഒരു കലിമത്തോ രണ്ടാമത്തേൽ പറയൂല, രണ്ടിൽ പറഞ്ഞത് മൂന്നാമത്തേൽ പറയൂല. ആ കോലത്തിൽ ചോറന്നെ പറഞ്ഞ് ഇത് ബാഹ്യമായ നോട്ടം മാത്രമാണ്. ഞാൻ കുറച്ച് ആന്തരികമായി നോക്കിയാൽ 100 തേക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സമയത്തേക്ക് അള്ളാഹു തആല പറയുന്നു, ഏതെങ്കിലും ഒരു അബുദിനെ 3 കാര്യം ഓനിക്ക് വേണ്ടാന്ന് ഞാൻ വെച്ച് എന്നാൽ അതിനപ്പുറം നിയമത്ത് വേറെ കൊടുക്കാനും തേച്ചു ആയിന്നവൻ. ഏതാ 3? ആത്മം ഓനിക്ക് കൊടുക്കാനുള്ള നിയമത്ത് മുഴുവനും കൊടുത്തു കഴിഞ്ഞു പോയിരിക്കുന്നു.